ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് CP രാധാകൃഷ്ണൻ ഇലക്ടഡ് ആസ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് CP രാധാകൃഷ്ണൻ സാറ് ഇലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മുൻ മഹാരാഷ്ട്ര ഗവർണർ ആയിരുന്നു. മുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര ഗവർണർ ആയിരുന്നു ഇദ്ദേഹം എന്ത് ചെയ്തു ഇപ്പോ വൈസ് പ്രസിഡന്റ് ആയിട്ട്, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സോ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ജഗദീപ് ധൻഖറിന്റെ രാജിയുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് വൈസ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ കാലാവധി എത്ര കാലമാണ് എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ആരെങ്കിലും ആ ക്ലാസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിലേക്ക് നമ്മളൊന്ന് വീണ്ടും പോകണം. നമ്മൾ ഇപ്പൊ പോകുന്നില്ല, പകരം നിങ്ങൾ എന്നാണ് ജഗദീപ് ധൻഖർ റിട്ടയർ ചെയ്തത് അല്ലെങ്കിൽ റിസൈൻ ചെയ്തത്? ഏകദേശം എനിക്ക് തോന്നുന്നു ജൂലൈ 21 22 ഡേയ്സിലാണ്, ജൂലൈ 21 22 തീയതികളിലാണ്. അപ്പൊ ആരെങ്കിലും ആ ക്ലാസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ജൂലൈ 21 22 തീയതിയിലെ നമ്മളുടെ ന്യൂസ് അനാലിസിസ്, ഡെയിലി ന്യൂസ് അനാലിസിസ് ഒന്ന് പോയി കാണണം. അവിടെ നമ്മളൊരു 30 to 40 മിനിറ്റ്സ് എടുത്തിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ബേസിസിൽ നമ്മൾ അതിനെ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. വിത്തിൻ 5 to 7 മിനിറ്റ്സ് നമ്മൾ ഈ ഒരു ഡിസ്കഷൻ എൻഡ് ചെയ്യും. ഓക്കെ, സോ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ പത്രത്തിലൂടെ നിങ്ങളെ ഒന്ന് റിവൈസ് ചെയ്യിക്കണം. ഇന്നത്തെ പത്രത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്കൊന്ന് കടന്നു പോകണം. ഓക്കെ, സോ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്കൊരു ചോദ്യോത്തരങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു അനാലിസിസ് ക്വസ്റ്റ്യൻസിലൂടെ ഈ ഒരു ഡിസ്കഷൻ കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. പക്ഷേ എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള നല്ല ചോദ്യങ്ങൾ കിട്ടിയില്ല. UPSCക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ ഞാൻ സൈറ്റുകൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല. ബേസിക് ക്വസ്റ്റ്യൻസുകൾ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളുടെ ഈ പത്രവാർത്ത കൊണ്ട് തന്നെ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോകണം. അപ്പോ എന്റെ ഫസ്റ്റ് ചോദ്യം, ആരാണ് എങ്ങനെയാണ് നമ്മളുടെ വൈസ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് വൈസ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത്? വൈസ് പ്രസിഡന്റ് ഈസ് ഇലക്ടഡ് ബൈ ആൻ ഇലക്ട്രൽ കോളേജ്. ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ദ ഫുൾ ഇലക്ട്രൽ കോളേജ്. വൈസ് പ്രസിഡന്റ് ഇലക്ട് ചെയ്യുന്നത് ആരാണ്? ഒരു ഇലക്ട്രൽ കോളേജ് കൊണ്ടാണ്. ആ ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെ ഉണ്ടാകും? നമ്മൾ ഈ ഒരു ഡിസ്കഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരൊക്കെ ഉണ്ടാവും? ബോത്ത് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ്, ലോകസഭയിലെയും രാജ്യസഭയിലെയും. ഇന്നത്തെ പത്രത്തിൽ അതുണ്ടോ? ഉണ്ട്. ഇവിടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രൽ കോളേജ് രാജ്യസഭ 245 പേര്. അതില് പ്രസന്റ് സ്ട്രെങ്ത് എത്രയാണ്? 239 പേര്. ദെൻ എന്താണ് ലോകസഭ? ലോകസഭയിലെയും രാജ്യസഭയിലെയും ഇലക്ടഡ് മെമ്പേഴ്സ് മാത്രമാണോ? അല്ല, എല്ലാ മെമ്പേഴ്സും, ഇലക്ടഡും നോൺ ഇലക്ടഡ് ആയിട്ടുള്ള മെമ്പേഴ്സും എന്തിനു ചൂസ് ചെയ്യും? നമ്മളുടെ ഇലക്ട്രൽ കോളേജിൽ, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഇലക്ട്രൽ കോളേജിൽ ഉണ്ടാകും. പ്രസിഡന്റ് ഇലക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? പ്രസിഡന്റ് ഇലക്ഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, നോൺ ഇലക്ടഡ് മെമ്പേഴ്സ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. രാജ്യസഭയിലേക്കുള്ള 12 നോമിനേറ്റഡ് മെമ്പേഴ്സ്, ഇലക്ട് ചെയ്യാണ്ട് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ദെൻ പ്രസിഡന്റ് ഇലക്ഷന്റെ കാര്യത്തിൽ ആരുണ്ട്? നമ്മളുടെ സ്റ്റേറ്റുകളിൽ നിന്നുള്ള MLAs കൂടിയിട്ട്, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഫ്രം ഓൾ സ്റ്റേറ്റ്സ്. പിന്നെ 2 യൂണിയൻ ടെറിട്ടറി, അതായത് MLAs ഉള്ള അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ള 2 യൂണിയൻ ടെറിട്ടറി ഓഫ് ഡൽഹി ആൻഡ് പുതുച്ചേരി. ഈ 2 യൂണിയൻ ടെറിട്ടറിയിലെ ആയും MLAs വോട്ട് ചെയ്യും. ഇതാണ് പ്രത്യേകം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ടൈപ്പ് ഓഫ് വോട്ടിംഗ് സിസ്റ്റം ആണ് വൈസ് പ്രസിഡന്റിനെയും പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്നത്? ഏത് ടൈപ്പ് ഓഫ് വോട്ടിംഗ് സിസ്റ്റം ആണ്? ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം ആണോ, അല്ലെങ്കിൽ നമ്മളുടെ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടാണോ? അതിനും ഇവിടെ ഉത്തരവുണ്ട്. ഈ പത്രത്തിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ അതിനും ഇവിടെ ഉത്തരവുണ്ട്. ഫസ്റ്റ് പ്രിഫറൻഷ്യൽ വോട്ട്സ് സെക്യൂർഡ്. ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും വായിച്ച് നോക്കാനായിട്ടൊന്നും പോയില്ല. എനിക്ക് ആ ഇൻഫോഗ്രാഫിക്സിൽ തന്നെ ഞാൻ പഠിച്ച എല്ലാ കാര്യങ്ങളെയും റിവൈസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റി. ഫസ്റ്റ് പ്രിഫറൻഷ്യൽ വോട്ട്സ് എന്ന് പറയുന്ന ഒരു കാര്യം വരണമെങ്കിൽ എന്തായിരിക്കണം? അത് പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ആയിരിക്കണം. ദെൻ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ആയിരിക്കണം. ഒരു വോട്ടാണ്, പക്ഷേ ട്രാൻസ്ഫർ ചെയ്യും പ്രിഫറൻസിനനുസരിച്ചിട്ട്. ആദ്യ പ്രിഫറൻസിലുള്ള ആളുകൾക്ക് കോട്ട തികഞ്ഞില്ലെങ്കിൽ നമ്മൾ
രണ്ടാമതുള്ള ആളെ തെരഞ്ഞെടുക്കും, അല്ലെങ്കിൽ രണ്ടാമതുള്ള ആളുകളുടെ വോട്ട് കൂടിയിട്ട് നമ്മൾ കണക്കാക്കും. അതിനെയാണ് വിളിക്കുന്നത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. ദ വോട്ട് ഈസ് സിംഗിൾ ബട്ട് ഇറ്റ് ഈസ് ട്രാൻസ്ഫറബിൾ ഇൻ സം കേസസ്. ആ കേസസ് എപ്പോഴാണ്? കോട്ട തികഞ്ഞില്ലെങ്കിൽ. കോട്ട തികഞ്ഞില്ലെങ്കിൽ ലീസ്റ്റ് വന്ന ആളെ ഇവിടെ ഇപ്പൊ രണ്ടു പേരുള്ള സന്ദർഭങ്ങളിലൊന്നും ഈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിന് അത്ര വലിയ പ്രസക്തി വരില്ല. രണ്ടിൽ കൂടുതൽ അധികം ആളുകൾ വരുന്ന സമയങ്ങളിലാണ് നമ്മളുടെ ഈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ശശി തരൂർ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കോൺഗ്രസിന്റെ മല്ലികാർജുൻ ഖാർഗെയുമായിട്ട് കോൺഗ്രസിന്റെ ഇലക്ഷൻ നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ എന്ത് വേണമെന്ന്, കോൺഗ്രസ് ഇലക്ഷൻ നടക്കുന്നത് പ്രപ്പോർഷണൽ റെപ്രസെന്റേഷനിലായിരിക്കണോ അല്ലെങ്കിൽ നമ്മളുടെ മെജോറിറ്റി വോട്ടിന്റെ ബേസിസിലായിരിക്കണോ എന്നൊരു ഡിസ്കഷൻ വന്നു. അപ്പൊ അവിടെ നമ്മളുടെ ശശി തരൂര് മാധ്യമങ്ങളെ കണ്ടിട്ട് പറഞ്ഞു പ്രപ്പോർഷണൽ റെപ്രസെന്റേഷന്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഇവിടെ രണ്ടു പേരല്ലേ ഉള്ളൂ എന്നൊരു മാധ്യമ വാർത്ത അല്ലെങ്കിൽ ഒന്നൊരു കമന്റ് ആര് ചെയ്തിട്ടുണ്ടായിരുന്നു? ശശി തരൂര് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാനത് ഓർത്തപ്പോ പറഞ്ഞു. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം, പലരും തെറ്റിക്കാൻ പോകുന്ന ചോദ്യം, whether the vote is considered in a secret ballot or an open ballot. ഏത് ബാലറ്റിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ വോട്ടിംഗ് കണ്ടക്ട് ചെയ്യുന്നത്? സീക്രട്ട് ബാലറ്റിലായിരിക്കോ ഓപ്പൺ ബാലറ്റിലായിരിക്കോ? എന്താണ് ഉത്തരം? സീക്രട്ട് ബാലറ്റിലാണ്. ഒരു സംശയവും വേണ്ട, സീക്രട്ട് ബാലറ്റിലാണ്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മളുടെ ഇന്ത്യ മുന്നണിയിലേക്കുള്ള പല വോട്ടുകളും, വോട്ട് ചെയ്യണമെന്ന് കരുതിയ പല വോട്ടുകളും ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഓപ്പൺ ബാലറ്റിലാണ്. അതായത് ഓപ്പൺ ബാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തും. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ വോട്ടിംഗ് സ്ലിപ്പ് ഉണ്ടല്ലോ, അതിന്റെ പുറകിൽ നമ്മൾ പേര് എഴുതി സൈൻ ഇടും. അപ്പൊ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. അങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ മാറി വോട്ട് ചെയ്ത ആളുകളെ അല്ലെങ്കിൽ കൃത്യമായിട്ട് വോട്ട് ചെയ്യാത്ത ആളുകളെ നമുക്ക് കണ്ടെത്താൻ പറ്റുമല്ലോ. അത് ഒരു രാഷ്ട്രീയ വിവാദമായിട്ട് മാറിയിട്ടുണ്ടാവുമല്ലോ. ഇന്നയാള് സി പി രാധാകൃഷ്ണനാണ് വോട്ട് ചെയ്തത്, തൃണമൂൽ കോൺഗ്രസിന്റെ എംപിമാര് സി പി രാധാകൃഷ്ണനാണ് വോട്ട് ചെയ്തത്, അല്ലെങ്കിൽ DMK-യുടെ മുന്നണിയിലുള്ള പലരും സി പി രാധാകൃഷ്ണന് വോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയ വിവാദമായിട്ട് കത്തിപ്പടരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ കത്തിപ്പടർന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ഇംപ്ലിക്കേറ്റ് ചെയ്യാം? ഇതൊരു സീക്രട്ട് ബാലറ്റിലാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ എന്താണ് നമ്മൾ ന്യൂസിലൂടെ കണ്ടതും നമ്മൾ ഇതുമായിട്ട് വാലിഡേറ്റ് ചെയ്യുമ്പോൾ അറിയാം ഇത് ഒരു സീക്രട്ട് ബാലറ്റിലാണ്. വോട്ടിംഗ് ഈസ് ബൈ എ സീക്രട്ട് ബാലറ്റ്. ഓക്കെ, സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ദെൻ ക്വാളിഫിക്കേഷൻ. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞല്ലോ, അപ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷൻ കൂടി ഒന്ന് പറഞ്ഞു. ക്വാളിഫിക്കേഷൻ എന്താണ്? സിറ്റിസൺ ആയിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ദെൻ രാജ്യസഭയിലെ ഒരു മെമ്പർ ആകാനായിട്ട് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ദെൻ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ ഗവർണർ, മഹാരാഷ്ട്ര ഗവർണർ ആയിരുന്നല്ലോ ഇപ്പൊ നമ്മളുടെ CP രാധാകൃഷ്ണൻ, മഹാരാഷ്ട്ര ഗവർണർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ആണോ? അത് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ആണ്. പക്ഷേ വൈസ് പ്രസിഡന്റിന് അത് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ആണ്. ഡെഫിനറ്റ്ലി ആരാണ് ശമ്പളം കൊടുക്കുന്നത്? ഗവൺമെന്റ് ആ ശമ്പളം കൊടുക്കുന്നത്. അപ്പോ അതൊരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ആണല്ലോ. പക്ഷേ മിനിസ്റ്റേഴ്സ്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അങ്ങനെയുള്ള ആളുകളെ, മിനിസ്റ്റേഴ്സിനെ, വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ്, ദെൻ വേറെ ആരാണ്? നമ്മളുടെ ഗവർണേഴ്സ്, അങ്ങനെയുള്ള ആളുകളുടെ ഓഫീസിനെ ഈ വൈസ് പ്രസിഡന്റിന്റെയും പ്രസിഡന്റിന്റെയും ഇലക്ഷനിൽ എന്തായിട്ട് കണക്കാക്കുന്നില്ല? ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കുന്നില്ല. ഓക്കെ, സോ ആക്ച്വൽ സെൻസ് നോക്കുകയാണെങ്കിൽ ഈ നമ്മളുടെ ഗവർണറിന്റെ പോസ്റ്റ് എന്ന് പറയുന്നത് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ആണ്. ഇന്ത്യയുടെ എക്സ്ചെക്കറിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കുന്ന ഒരാളാണ് ഈ ഗവർണർ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ആണ്. പക്ഷേ വൈസ് പ്രസിഡന്റിന്റെയും പ്രസിഡന്റിന്റെയും ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് പറ്റുന്നില്ല? ഈ ഓഫീസുകളൊന്നും, ഗവർണർ, വൈസ് പ്രസിഡന്റ്, ദെൻ പ്രസിഡന്റ്, ദെൻ ആരാണ്? മിനിസ്റ്റേഴ്സ്, ഈവൻ സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സിന്റെ പോസ്റ്റ് പോലും ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ആയിട്ട് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കാണുന്നില്ല. ഓക്കെ, സോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ ഓത്ത് ഓഫ് അഫർമേഷൻ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബാക്കി എല്ലാ ഡീറ്റെയിൽസും അറിയാമെന്ന് വിചാരിക്കുന്നു. ദെൻ ടേം ഓഫ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷമായിരിക്കും. ദെൻ അത്ര വലിയ പവറുകളൊന്നുമില്ല പ്രസിഡന്റിനെ വെച്ച് നോക്കുമ്പോൾ. പ്രസിഡന്റിന് തന്നെ പവർ കുറവാണ്. ദെൻ വൈസ് പ്രസിഡന്റിനെ വെച്ച് നോക്കുമ്പോൾ വൈസ് പ്രസിഡന്റിന് അത്ര വലിയ പവറുകളൊന്നുമില്ല. എപ്പോഴാണോ പ്രസിഡന്റ് വേക്കന്റ് ആകുമ്പോൾ അപ്പോ ഒരു
ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രസിഡൻഷ്യൽ രീതിയിലുള്ള ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം. ഇദ്ദേഹം ആരായിട്ട് കൂടി ആക്ട് ചെയ്യുന്നുണ്ട്? എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ഓഫ് ദ രാജ്യസഭ. രാജ്യസഭയുടെ സ്പീക്കർ എന്നൊന്നും പറഞ്ഞേക്കരുത്. രാജ്യസഭയ്ക്ക് സ്പീക്കർ ഒന്നുമില്ല. എക്സ് ഒഫീഷ്യോ ചെയർമാൻ. പലപ്പോഴും പല കുട്ടികളും തെറ്റിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രാജ്യസഭയുടെ സ്പീക്കർ അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ സ്പീക്കറാണ്. രാജ്യസഭയ്ക്ക് സ്പീക്കർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇല്ല. പകരം എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്ന പോസ്റ്റ് ആണുള്ളത്. ഓക്കെ, സോ ആ കാര്യങ്ങളൊന്നും തെറ്റിക്കരുത്. ദെൻ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടുണ്ടോ? ദെൻ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട്, ന്റെ ഭരണഘടനയുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അവിടുത്തെ വൈസ് പ്രസിഡന്റിന് ചില പ്രത്യേകതകളുണ്ട്. അതായത് ഏതെങ്കിലും കാരണവശാൽ യുടെ പ്രസിഡന്റ് റിമൂവ് ചെയ്യപ്പെടുന്നു, റിസൈൻ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ കാലാവധി തികയുന്നതിന് മുൻപ് മരിച്ചു പോകുന്നു. ഓക്കെ, യുടെ പ്രസിഡന്റ് റിമൂവ് ചെയ്യപ്പെടുന്നു, റിസൈൻ ചെയ്യപ്പെടുന്നു, കാലാവധി തികയുന്നതിന് മുന്നേ മരിച്ചു പോകുന്നു. ഈ അവസരങ്ങളില് യുടെ വൈസ് പ്രസിഡന്റ് ഇമ്മീഡിയറ്റ്ലി പ്രസിഡന്റ് ആയിട്ട് മാറും, ഓട്ടോമാറ്റിക്കലി പ്രസിഡന്റ് ആയിട്ട് മാറും. സോ അങ്ങനെ ഒരു കൺവെൻഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു കൺവെൻഷൻ ഇല്ല. ഇന്ത്യയുടെ കാര്യത്തിൽ എങ്ങനെയാണ്? ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ആള് റിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ മരിച്ചു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? വൈസ് പ്രസിഡന്റ് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ദെൻ പുതിയൊരു പ്രസിഡന്റിനെ നമ്മൾ ഇലക്ട് ചെയ്യും. അല്ലാണ്ട് ഇദ്ദേഹം ഓട്ടോമാറ്റിക്കലി പ്രസിഡന്റിന്റെ സ്ഥാനം അക്വയർ ചെയ്ത് ബാക്കിയുള്ള സമയം ഭരിക്കുകയൊന്നുമില്ല. മനസ്സിലായോ? സോ 6 മാസ കാലാവധി മാത്രമാണ് പ്രസിഡന്റിന്റെ സീറ്റ് വേക്കന്റ് ആയിരിക്കാൻ പാടുള്ളൂ. സോ ആ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇൻ കേസ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആബ്സെന്റ് ആണ്. സോ വൈസ് പ്രസിഡന്റും പ്രസിഡന്റും ആബ്സെന്റ് ആണെങ്കിൽ ആര് ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യും? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യുക. ദെൻ ചീഫ് ജസ്റ്റിസും വേക്കന്റ് ആണ്. ഒരു യുദ്ധം വന്നു, നമ്മളുടെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തടങ്കലാക്കി വെച്ചു, ഇവർ എവിടെയാണെന്ന് അറിയില്ല. അപ്പൊ ഇന്ത്യയുടെ നിയമങ്ങൾ പാസ്സാക്കാൻ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നത് ആരായിരിക്കും? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കും. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ആ സ്ഥാനത്തില്ല. അദ്ദേഹത്തിന്റെ സീറ്റും വേക്കന്റ് ആണെങ്കിൽ ദ സീനിയർ മോസ്റ്റ് ജഡ്ജ് ഓഫ് സുപ്രീം കോടതിയിലെ സീനിയർ മോസ്റ്റ് ജഡ്ജ് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷനുകൾ കൂടിയിട്ട് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. സീക്രട്ട് ബാലറ്റ് മറന്നു പോകുന്നത് പലരും ഇന്ന് സംശയം ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ സീക്രട്ട് ബാലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു നേപ്പാൾ. നേപ്പാളില് ഒരു ഇന്റേണൽ ഡിസ്റ്റർബൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ യുവജനങ്ങൾ, പെർട്ടിക്കുലർലി ജെൻസി കമ്മ്യൂണിറ്റി തെരുവിലേക്ക് ഇറങ്ങുകയും പ്രക്ഷോഭം നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ വാർത്തയിൽ കണ്ടു. ഇന്നലെ എല്ലാ മാധ്യമങ്ങളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്, ഈവൻ മലയാള മാധ്യമങ്ങൾക്കടക്കം ഇമ്പോർട്ടന്റ് ആയിട്ട് ചർച്ച ചെയ്തിരുന്ന ഒരു ഫാക്ട് ആണ് ഈ ജെൻസി വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ഇതിന് പെർട്ടിക്കുലർലി കാരണമായിട്ടുണ്ടായിരുന്നത്? വെറും ഒരു സോഷ്യൽ മീഡിയ ബാൻ കൊണ്ട് ഇത്രയും ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുകയും ഈവൻ പാർലമെന്റിന്റെ ഗേറ്റ് വരെ കയറിയിരിക്കുന്ന പിള്ളേരുകൾ ഫോട്ടോ റോയിറ്റേഴ്സും BBC ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും ഒരു ഡിസ്ട്രക്ഷനിലേക്ക് പോകാൻ മാത്രമുള്ള ഒരു കാരണമായിരുന്നു ഈ സോഷ്യൽ മീഡിയ ബാൻ. എന്തിനാ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തേ? അതായത് കുറച്ച് നാളുകളായിട്ട് ഈ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഒരു പ്രശ്നമാണ് ഈ ഹെയ്റ്റ് സ്പീച്ച് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അതായത് സോഷ്യൽ മീഡിയ അൺറെഗുലേറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ വരുന്ന വിദ്വേഷ പരാമർശങ്ങൾ, വിദ്വേഷ കമന്റുകൾ, ഇതൊന്നും റെക്കഗ്നൈസ് ചെയ്യപ്പെടാതെ പോകുന്നു, അല്ലെങ്കിൽ അതൊന്നും അഡ്രസ് ചെയ്യപ്പെടാതെ ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗവൺമെന്റ് കൃത്യമായിട്ടുള്ളൊരു നിലപാടെടുത്തു. ഗവൺമെന്റ് പറഞ്ഞു ഇത് അഡ്രസ് ചെയ്യണം, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസേഴ്സിനെ എല്ലാം പറ്റണം. അത് ഇന്ത്യയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ അവര് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചു. കൃത്യമായിട്ട് ആളുകളെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ നിയമിച്ചു. പക്ഷേ ഇവിടെ നേപ്പാളില് ആളുകളെ നിയമിച്ചില്ല. അതായത് ഇപ്പോൾ മെറ്റയാണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും ടിക്ടോക്ക് ആണെങ്കിലും അങ്ങനെ ഡിഫറെന്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇത് അഡ്രസ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആളുകളെ നിയമിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനൊരു ഡെഡ് ലൈൻ വെച്ചു. ഓക്കെ, ഇന്ത്യയിലും സെയിം സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഡെഡ് ലൈൻ വെച്ചു, ഇന്ത്യയിൽ ഇല്ലെങ്കിൽ പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞു.
അപ്പൊ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്തു, ആളുകളെയൊക്കെ വെച്ച് കൃത്യമായിട്ട് റൂൾസ് ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, അതുപോലെ നേപ്പാളിലും സംഭവിച്ചു, പല രാജ്യങ്ങളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നേപ്പാളില് ഇവര് എന്ത് ചെയ്തില്ല, ആളുകളെ വെച്ചില്ല. ഇപ്പൊ ടിക്ടോക്ക് അതിന് കൃത്യമായിട്ടുള്ള അതോറിറ്റിയെ പ്ലേസ് ചെയ്തു, ലോ എബൈഡ് ചെയ്തു. പക്ഷേ ബാക്കിയുള്ള പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഇതിനെ അത്ര കാര്യമാക്കിയെടുത്തില്ല. ദെൻ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്തു, പ്രൈം മിനിസ്റ്റർ ഇമ്മീഡിയറ്റ് ആയിട്ട് എബൈഡ് ചെയ്യാത്ത, അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ വെക്കാത്ത ആളുകളെ എന്ത് ചെയ്തു, ബാൻ ചെയ്ത് കളഞ്ഞു. സോ ഈ ബാനിന്റെ ബേസിസിലാണ് പിള്ളേരുകൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. ഓക്കെ, പക്ഷേ ഇത് മാത്രമല്ല ഇവിടുത്തെ പ്രോബ്ലം. വെറുതെ ഒരു സോഷ്യൽ മീഡിയ ബാൻ കൊണ്ട്, സോഷ്യൽ മീഡിയ ബാൻ ഇമ്പോർട്ടന്റ് ആണ്, ഇല്ലാന്നൊന്നുമല്ല. പക്ഷേ സോഷ്യൽ മീഡിയ ബാൻ മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ റാംപന്റ് കറപ്ഷൻസ് ആണ്. ഒന്ന്, ഹൈ കറപ്ഷൻസ്, പൊളിറ്റിക്കൽ അതോറിറ്റിയുടെ ഹൈ കറപ്ഷൻസ്, ദെൻ നെപ്പോട്ടിസം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജോബ്സിൽ, ജോലിയിൽ, അതായത് ഇന്റർനെറ്റ് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. ഇന്റർനെറ്റ് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. തൊഴിലില്ലാത്തൊരു സമൂഹം, തൊഴിലില്ലാത്തൊരു സമൂഹം രാജ്യത്ത് വളർന്നു വരികയാണ്. ഇവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് രാജ്യത്ത് പോകുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് ഉണ്ടോ? ഉണ്ട്. എവിടെയാണ്? നമ്മളുടെ ബംഗ്ലാദേശില് കഴിഞ്ഞ വർഷം, അല്ലെങ്കിൽ കഴിഞ്ഞ മുന്നത്തെ വർഷം എന്താ പ്രശ്നം ഉണ്ടായേ? നമ്മളുടെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വന്നതിന് കാരണം എന്താ? അവിടെയും യുവാക്കൾ തെരുവിലേക്ക് ഇറങ്ങി, യൂണിവേഴ്സിറ്റി കോളേജുകളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ റിസർച്ച് ചെയ്യുന്നതും പഠിക്കുന്നതുമായിട്ടുള്ള വിദ്യാർത്ഥികൾ, ഓൾമോസ്റ്റ് ജെൻസി പിള്ളേരുകൾ തന്നെ പുറത്തേക്ക് ഇറങ്ങുകയും ഷെയ്ഖ് ഹസീനയെ എന്ത് ചെയ്യുകയും ചെയ്തു, പുറത്താക്കുകയും ചെയ്തു. ദെൻ വേറെ എവിടെ പ്രശ്നം ഉണ്ടായിരുന്നു? നമ്മളുടെ ശ്രീലങ്കയിലും ഇതേപോലത്തെ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ വീട്ടിൽ പോയിട്ട് ഒരു പെൺകുട്ടി മറ്റേ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് ലൈക്കും കമന്റും ഒക്കെ കിട്ടിയത് നിങ്ങൾ ആ സമയത്ത് ഓർക്കുന്നുണ്ട്? 2021, 22 കാലഘട്ടങ്ങളാണ്, 22, 23 കാലഘട്ടങ്ങളിലാണ്. സോ ആ ഒരു ടൈം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഫേസ്ബുക്കിലും സെയിം പാറ്റേൺ നമ്മളുടെ അയൽ രാജ്യങ്ങളിലെല്ലാം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളാണ് ഇറങ്ങുന്നത്, അവര് എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്നലത്തെ ഈ ഒരു പ്രോബ്ലത്തെ എന്തിനു മാത്രം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ബാൻ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇതിനെ ലിമിറ്റ് ചെയ്യരുത്. ഓക്കെ, ദെൻ നേപ്പാളിൽ നോക്കിക്കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി ഭയങ്കര ഫ്രജൈൽ ആയിട്ടുള്ള ഒരു ഡെമോക്രസിയാണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ഡെമോക്രസിയാണ്. 2008 ഒരു മേജർ ഡെമോക്രസി ആയിട്ട് നേപ്പാൾ മാറുന്നത്, വിച്ച് മീൻസ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിൽ നിന്ന് മാറിയിട്ട് ഒരു ഫുള്ളി ഡെമോക്രാറ്റിക് കൺട്രി, റിപ്പബ്ലിക് ആയിട്ട് മാറുന്നത് 2007-8 കാലഘട്ടങ്ങളിലാണ്. അവിടെ തുടങ്ങി കഴിഞ്ഞ 17 വർഷങ്ങളിൽ ഏകദേശം 15-16 എന്ത് മാറിയിട്ടുണ്ട്, നമ്മളുടെ ഗവൺമെന്റ് അവിടെ മാറി പോയിട്ടുണ്ട്. അതായത് ഒരു ഗവൺമെന്റ് മാക്സിമം ഒരു വർഷം തികച്ചിട്ടില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ ഒരു പ്രൈം മിനിസ്റ്ററുടെ ഒക്കെ പേര് പഠിച്ചു വരുമ്പോഴേക്കും അദ്ദേഹം മാറും. പേര് പഠിച്ച് മനസ്സിലൊന്ന് ഓർത്ത്, മീൻസ് ഇന്ന ആളുമായിട്ടുള്ള മോദിജിയുടെ റിലേഷനൊക്കെ നമ്മൾ ഇങ്ങനെ പഠിച്ചു വരുമ്പോഴേക്കും അയാൾ മാറിയിട്ട് അടുത്ത ആൾ വരും. സോ അതൊരു ഹ്യൂജ് പ്രോബ്ലം ആണ്. ഇത് ഇവിടെ റിപ്പീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു മെച്യൂർ ഡെമോക്രസിയിലേക്ക് ആര് കടന്നിട്ടില്ല? നമ്മളുടെ നേപ്പാള് കടന്നിട്ടില്ല. ഇന്ത്യ പോലെ ഒരു മെച്യൂർ ഡെമോക്രസി ആയിട്ട് നേപ്പാള് കടന്നിട്ടില്ല. സോ നേപ്പാളിന്റെ ഒരു ഹിസ്റ്ററി തുടങ്ങുന്നത്, നമുക്ക് നേപ്പാളിന്റെ, ഞാൻ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള റിലേഷൻ അല്ല ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പകരം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ഈ ഒരു പ്രശ്നം എന്താണെന്ന് പറയുന്നു, ദെൻ നേപ്പാളിന്റെ ഒരു ഹിസ്റ്ററി കൂടി പറയുന്നു. ഈ രണ്ട് കാര്യങ്ങളുമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നേപ്പാളിന്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഇൻഡിപെൻഡന്റ് മൊണാർക്കി ആയിട്ട് നിലനിൽക്കുകയാണ്. ബ്രിട്ടീഷിന്റെ ആധിപത്യങ്ങളൊന്നും അധികം ഇല്ല. ദെൻ അവിടെ അവർക്ക് ഒരു ഇൻഡിപെൻഡന്റ് മൊണാർക്കി ആയിട്ട് നിലകൊള്ളാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. കാരണം എന്താണ്? നേപ്പാളിന്റെ ഒരു വശം എന്താ, ഒരു വശം ഹിമാലയമാണ്, ദെൻ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഓക്കെ, ഒരു വശം ഹിമാലയവും ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. വലിയ റിസോഴ്സസുകളോ വലിയ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു രാജ്യമാണ് ഈ നേപ്പാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേപ്പാളില് ആദ്യമായിട്ട് ഇന്ത്യയുമായിട്ട് സമാനമായിട്ട് നോക്കുമ്പോൾ 1951 കാലഘട്ടങ്ങളിലാണ് ഒരു ഫസ്റ്റ് ഡെമോക്രാറ്റിക് റെവല്യൂഷൻസ് അവിടെ നടക്കുന്നത്. ദെൻ അവിടുത്തെ ഈ ഓട്ടോക്രാറ്റിക് റൂളിനെതിരെ ഒരു പ്രക്ഷോഭം നടക്കുകയും അത് കണ്ടിന്യൂ ചെയ്തു പോവുകയും പുതിയ രാജഭരണം തന്നെ അവിടെ കണ്ടിന്യൂ ചെയ്തു പോവുകയും ചെയ്യുന്നുണ്ട്. ദെൻ 1990കളിലാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി, ജന ആന്തോളൻ എന്ന് പറയുന്ന, പെർട്ടിക്കുലർലി അവിടെ ആരൊക്കെയുണ്ട്? പെർട്ടിക്കുലർലി അവിടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അല്ലെങ്കിൽ
നമ്മളുടെ ആരാണ് മാവോയിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. ദെൻ അതുകൂടാണ്ട് അവിടുത്തെ കോൺഗ്രസ് പാർട്ടി ഉണ്ട്, അതായത് ഇന്ത്യയോട് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്. ദെൻ നമ്മളുടെ കോൺഗ്രസ് ലീഡേഴ്സും ഉണ്ട് അവിടെ, അതായത് ഫാർ ലെഫ്റ്റും ഉണ്ട്, ഒരു സെൻട്രൽ ലെഫ്റ്റും ഉണ്ട്. ദെൻ ഓഫ് കോഴ്സ് അവിടെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ മെജോറിറ്റി കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ട് ഒരു റൈറ്റിസ്റ്റ് വിങ്ങും ഉണ്ടാകും. ഓക്കെ, പക്ഷെ പ്രധാനമായിട്ടും അവിടെ നിലകൊള്ളുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാരും അല്ലെങ്കിൽ മാവോയിസ്റ്റുകാരും ദെൻ വേറെ ആരുമാണ്, നമ്മുടെ സെന്റർ എന്ന് പറയുന്ന കോൺഗ്രസ് ടീമുകളുമാണ്. ഓക്കെ, സോ ജൻ ആന്തോളൻ വഴി അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകും, പക്ഷേ സ്റ്റേറ്റിന്റെ ഹെഡിനെ ജനങ്ങളല്ല തെരഞ്ഞെടുക്കുന്നത്, അദ്ദേഹം കിങ് തന്നെയായിരിക്കും. നിങ്ങൾക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ കാനഡ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്, പക്ഷേ കാനഡയുടെ സ്റ്റേറ്റ് ഓഫ് ഹെഡ് ആരാണ്? സ്റ്റേറ്റ് ഓഫ് ഹെഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ ഇരിക്കുന്ന രാജ്ഞിയാണ് അല്ലെങ്കിൽ രാജാവാണ്. ഓക്കെ, സോ അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയിരുന്നു 1990 വരെ. ദെൻ 2008 എന്ത് ചെയ്യുന്നു? 2008 ഒരു ഫുള്ളി റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഇലക്ടഡ്. അതായത് രാജാവ് മാറിയിട്ട് ആ രാജ്യത്തിന്റെ തലവനെ ആരെലക്ട് ചെയ്യും? ഗവൺമെന്റ് ഇലക്ട് ചെയ്യും. ഇന്ത്യയിലെ പോലെ ഇന്ത്യൻ പ്രസിഡന്റിനെ നമ്മളാണോ തെരഞ്ഞെടുക്കുന്നത്? പക്ഷെ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണെന്നുള്ളൂ. ഏത് ഇലക്ഷൻ ആയാലും നമ്മളാ തെരഞ്ഞെടുക്കുന്നത്. സോ റിപ്പബ്ലിക് ആയിട്ട് മാറി. ഓക്കെ, ദെൻ 2008 മുതൽ പല കോൺസ്റ്റിറ്റ്യൂഷനുകൾ, ഇത് ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷനുകൾ നിലവിൽ വരുന്നുണ്ട്. ഓരോ ആളുകൾ വരുമ്പോൾ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ദെൻ അത് അടുത്ത ആൾ വരുമ്പോൾ പോകും, ദെൻ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ 10-17 കോൺസ്റ്റിറ്റ്യൂഷനുകൾ നമ്മളുടെ ഈ ഒരു നേപ്പാൾ എന്ന് പറയുന്ന ഒരു കൺട്രിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ 2015 പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ, 2008 കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ദെൻ അത് അടുത്ത ആൾ വന്നപ്പോൾ പോയി, ദെൻ വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷൻ ചർച്ചകൾ നടക്കുന്നു, ദെൻ പല പ്രൊട്ടസ്റ്റുകളും നടക്കുന്നു, വീണ്ടും 2015 കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഹിസ്റ്ററി മനസ്സിലായല്ലോ. ഒരു 1951 മുതൽ എവിടം വരെ? 2015 വരെ. സോ 2008 മുതൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് ആണ് ഈ നമ്മളുടെ നേപ്പാളില് നിന്നുകൊണ്ടിരിക്കുന്നത്. ദെൻ കറന്റ്ലി എന്താ പ്രശ്നം? കറന്റ്ലി സോഷ്യൽ മീഡിയ ബാനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. എന്നാൽ അത് മാത്രമല്ല, കറപ്ഷൻസ്, മാസ് അൺഎംപ്ലോയ്മെന്റ്, എലൈറ്റ് ഡിസ്കണക്ട്. സോ ഈ ഗവൺമെന്റ് പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ അവർക്ക് ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു എന്നൊരു ഒരു പൊതുബോധം സമൂഹത്തിൽ ഉണ്ടാവുകയും അത് ഒരു വിപ്ലവമായിട്ട് മാറുകയുമാണ് ഇവിടെ ചെയ്തത്. പല കോൺസ്പിറസീസും എയറിലുണ്ട്. ഈ ഒരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു റെവല്യൂഷൻ സംഘടിപ്പിച്ചത് നമ്മുടെ USA ബാക്കിങ്ങോട് കൂടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ന്യൂസുകളും ചില കോൺസ്പിറസി തിയറീസും എയറിലേക്ക് വരുന്നുണ്ട്. ദെൻ അതെല്ലാം അടുത്ത ദിവസങ്ങളിൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ ബംഗ്ലാദേശിലും സെയിം പാറ്റേണിലുള്ള ഒരു ഇതുണ്ടായി, ഷെയ്ഖ് ഹസീന മാറി. അത് പിന്നീട് അവിടുത്തെ അവാമി ലീഗിനെ തകർക്കാനായിട്ട് അവിടുത്തെ പ്രതിപക്ഷം നടത്തിയ ഒരു കോൺസ്പിറസി ആണ് എന്ന് തെളിയുകയും അത് കഴിഞ്ഞ ദിവസം സമ്മതിക്കുക കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ആര്? അവിടുത്തെ കറന്റ് പ്രസിഡന്റ്. അപ്പൊ അതും ഒരു പ്രോബ്ലം ആണ്. എങ്ങനെയാണ് അതിന്റെ ഒരു കിടപ്പുവശം എന്നുള്ളത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. സോ നമ്മൾ ഇപ്പൊ കറന്റ് നമ്മുടെ UPSC പെർസ്പെക്റ്റീവിൽ എന്താ നോക്കി, അല്ലെങ്കിൽ ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ എന്താ നോക്കി? നമ്മൾ നേപ്പാളിനെ പൊസിഷൻ ചെയ്തു, നേപ്പാളിന്റെ ഒരു ഹിസ്റ്ററി പഠിച്ചു. ദെൻ ഈ ഒരു പ്രോബ്ലത്തെ അല്ലെങ്കിൽ ഇന്നലെ നമ്മുടെ സംഭവത്തെ നമ്മൾ ഒരു വേറെ ആംഗിളിലൂടെ കൂടി നമ്മളൊന്ന് കാണാനായിട്ട് ശ്രമിച്ചു. ഓക്കെ, ദെൻ വേറെ എന്താണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്? ഇന്ത്യയും നേപ്പാളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, മാധേശി കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, അതായത് അത് പെർട്ടിക്കുലർലി മാധേശി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി അവിടെ താമസിക്കുന്ന, അതായത് നേപ്പാളിൽ താമസിക്കുന്ന ഇന്ത്യൻ ഒറിജിനൽ ആയിട്ടുള്ള ആളുകളെയാണ്. സോ അതൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ്. ഇവർക്കിടയിലും നേപ്പാളിന്റെ ഈ ഭരണങ്ങൾക്കെതിരെ കറപ്ഷനും അവർക്ക് എന്താണ് ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങളുടെ ഓർമ്മയിലേക്ക് വെക്കുക. ഓക്കെ, ഈ 2015 കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു സജഷനൊക്കെ മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിയാണ്. സോ പെർട്ടിക്കുലർലി അവര് നേപ്പാൾ ഒറിജിൻസ് ആണ്, മീൻസ് നേപ്പാൾ സിറ്റിസൺസ് ആണ്, പക്ഷേ ഇന്ത്യയിലുള്ള ഒറിജിൻസ് ഉണ്ട്. അപ്പോ അവിടെ എന്തെങ്കിലും പ്രൊട്ടസ്റ്റുകൾ നടത്തി കഴിഞ്ഞാൽ അവരോട് എന്ത് പറയും? നിങ്ങൾ ഇന്ത്യയിലേക്ക് പൊക്കോ, നിങ്ങൾ ഇന്ത്യക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ എത്തിനിക്കലി ഹറാസ് ചെയ്യും. ഓക്കെ, സോ എത്തിനിക്കലി ഹറാസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊരു പ്രോബ്ലമായിട്ട് നമ്മളുടെ ഈ ഒരു ഡിസ്കഷനിൽ നിങ്ങൾ ഓർത്തിരിക്കണം. മേജർലി നമ്മളുടെ ഇന്നത്തെ പ്രശ്നവുമായിട്ട് അല്ലെങ്കിൽ ഇന്നലെ നടന്ന
റവല്യൂഷനുമായിട്ട് അതിന് ബന്ധമില്ല, പക്ഷേ ആ ഒരു പ്രോബ്ലം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോ നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ദ ലോങ് മാർച്ച് എഹെഡ് ടു ടെക്നോളജിക്കൽ ഇൻഡിപെൻഡൻസ്. ടെക്നോളജിക്കൽ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ലോങ് മാർച്ച് നമ്മളുടെ മുന്നിൽ ഉണ്ട് എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ ഒരു ഓപ്പൺ എഡിറ്റോറിയൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ എന്താണ് ഈ ടെക്നോളജിക്കൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ? ടെക്നോളജിക്കൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളിലെ ടെക്നോളജി, പെർട്ടിക്കുലർലി IT സർവീസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അലീഡ് സർവീസുകളിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ബാങ്കിങ് ട്രാൻസാക്ഷനുകൾ നടക്കുന്നത് ഒരു ബാങ്കിങ് ഇന്റർഫേസ് വെച്ചിട്ടാണല്ലോ. നമ്മളുടെ UPI ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്താണ്? ഒരു ബാങ്കിങ് ഇന്റർഫേസ് വെച്ചിട്ടാണ്. സോ ബാങ്കിങ് ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള പുറത്തുള്ള സർവറുകളിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഫോണിൽ, നമ്മളുടെ ലാപ്ടോപ്പിൽ ഗൂഗിൾ ഡ്രൈവ് യൂസ് ചെയ്യുന്നു. ഗൂഗിൾ ഡ്രൈവിൽ നമ്മളുടെ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നു. ഇത് സേവ് ചെയ്യുന്നത്, ആക്ച്വലി സേവ് ചെയ്യുന്നത് എവിടെയാണ്? അതൊരു ക്ലൗഡ് സിസ്റ്റത്തിലാണ് സേവ് ചെയ്യുന്നത്, അല്ലെ? നമുക്കറിയാം, ഗൂഗിളിന്റെ ഒരു സെർവറിലായിരിക്കും ഇത് സേവ് ചെയ്യുന്നുണ്ടാവുക. ഒരു ദിവസം ഗൂഗിൾ വന്നിട്ട് പറയുകയാണ്, ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇനി മുതൽ നാളെ രാവിലെ 9 മണി മുതൽ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ച കാര്യങ്ങളും ഗൂഗിൾ ഡ്രൈവ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോബ്ലമാറ്റിക് ആയില്ലേ? ആയി. ദെൻ സൈബർ സെക്യൂരിറ്റി ത്രെട്ടുകൾ, അതായത് ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ സൈബർ സെക്യൂരിറ്റിയിലേക്ക് അവർ റാൻസം വെയറോ അല്ലെങ്കിൽ എന്താണ് മാൽവെയറുകളോ അല്ലെങ്കിൽ എന്താണ് വൈറസുകളോ അയച്ചുകൊണ്ട് ഈ സിസ്റ്റത്തെ അങ്ങോട്ട് തകർത്ത് കളയുക. അപ്പൊ അതും ഒരു ഹ്യൂജ് പ്രോബ്ലം ഉണ്ടാക്കാനായിട്ട് സാധ്യതയില്ലേ? നിങ്ങൾ എയിംസിലാണെന്ന് തോന്നുന്നു, ഡൽഹി എയിംസിലാണെന്ന് തോന്നുന്നു, 2 വർഷം മുന്നേ ഒരു എന്ത് അറ്റാക്ക് ഉണ്ടായി? ഒരു വൈറസ് അറ്റാക്ക് ഉണ്ടായിരുന്നു. അതായത് ഡൽഹി എയിംസ്, ഡൽഹിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ഡൽഹി എയിംസിലേക്ക് അവരുടെ സോഫ്റ്റ്വെയറിലേക്ക് ഒരു റാൻസം വെയർ അയക്കുകയും ഇത് കടന്നു കയറുകയും ഫുൾ സിസ്റ്റത്തെ അങ്ങോട്ട് ഡിസ്റപ്റ്റ് ചെയ്ത് കളഞ്ഞു. എത്ര പേർക്കാണ് OP ടിക്കറ്റുകൾ കൊടുക്കുന്നത്, എത്ര പേര്, എല്ലാ കണ്ടന്റുകളും അവരങ്ങോട്ട് തകർത്ത് കളഞ്ഞു. പിറ്റേ ദിവസം മുതൽ ഡൽഹി എയിംസിൽ മറ്റേ പുസ്തകവും പേനയും എടുത്തിട്ട് എഴുതേണ്ട അവസ്ഥ വന്നു. മനസ്സിലായോ? സോ അവിടെ വരുന്ന സർവീസ് ഡെലിവറി ഹൈലി ഡിസ്റപ്റ്റ് ചെയ്ത് കളയുകയും ഈവൻ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഹേർട്ട് സർജറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്, ഡൽഹി എയിംസിലേക്ക് വരികയാണ്. നിങ്ങളുടെ റെക്കോർഡുകളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഡൽഹി എയിംസിലെ കമ്പ്യൂട്ടറുകളിലായിരിക്കും, അല്ലെങ്കിൽ ഡൽഹി എയിംസിലെ സോഫ്റ്റ്വെയറുകളിലായിരിക്കും. നിങ്ങൾ ഇത്ര വയസ്സുള്ള ഒരാളാണ്, നിങ്ങളുടെ ഫോൺ നമ്പർ ഇതാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ എന്താ പറ്റിയേ? അവിടെയുള്ള ആളുകൾക്ക് ഈ റിസോഴ്സസുകൾ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം ഒരു റാൻസം തുക കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് തിരിച്ചു തരികയുള്ളൂ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അത് കാരണം എന്തിലേക്ക് അവർക്ക് പോകേണ്ടി വന്നു? പെൻ ആൻഡ് പേപ്പർ മെത്തേഡിലേക്ക് പോകേണ്ടി വന്നു. അതായത് ലാപ്ടോപ്പുകൾ എടുത്തു മാറ്റിയിട്ട് ഡോക്ടർമാര് ഇന്ന പ്രശ്നങ്ങളാണ്, ഒരാളെ കണ്ടെത്തി ഇന്ന പ്രശ്നങ്ങളാണ് എന്ന് എഴുതേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പോ ഈ ടെക്നോളജിക്കൽ ഡിപ്പെൻഡൻസ്, അത് സോഫ്റ്റ്വെയറിലായി കഴിഞ്ഞാലും ഹാർഡ്വെയറിലായി കഴിഞ്ഞാലും ഉള്ള ടെക്നോളജിക്കൽ ഡിപ്പെൻഡൻസ് നമ്മളുടെ ഇന്റർനാഷണൽ റിലേഷനെ ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളെയും എന്ത് ചെയ്യും? ഡിസ്റപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ടെക്നോളജിക്കൽ ഇൻഡിപെൻഡൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ ആ ഒരു ഡിസ്കഷനാണ് ഇവിടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ അദ്ദേഹം ഒരു പെരിഫറൽ ആയിട്ട് തന്നെയാണ്, ഇപ്പൊ 2-3 ദിവസങ്ങളായിട്ട് ആർട്ടിക്കിളുകളെല്ലാം പെരിഫറൽ ആയിട്ട് ഒരു ചർച്ച ചെയ്തേ പോകുന്നുള്ളൂ. പക്ഷേ നമ്മളിവിടെ അതിനൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനലൈസ് ചെയ്ത് പോകുന്നു. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകൾ ഇത് തടയുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ എന്തൊക്കെ ചെയ്തു എന്ന് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നു. ഓക്കെ, സോ എനിക്കിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് നമ്മളുടെ നാഷണൽ ഇ ഗവർണൻസ് പ്ലാനിനെ കുറിച്ചിട്ടാണ്. എന്താണ് നാഷണൽ ഇ ഗവർണൻസ് പ്ലാൻ? അതായത് ഇന്ത്യയുടെ ഇ ഗവർണൻസ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഗവർണൻസ് ഏറ്റവും ഉത്തമമായിട്ട് നടക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട് സർവീസുകൾ കൃത്യമായിട്ട് ഡെലിവറി ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു പ്ലാനാണ് നാഷണൽ ഇ ഗവർണൻസ് പ്ലാൻ. 2006 നമ്മൾ എന്ത് ചെയ്തേ? നാഷണൽ ഇ ഗവർണൻസ് പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് മുന്നേ ഒരു ഹിസ്റ്ററി ഉണ്ട്, ആ ഒരു ഹിസ്റ്ററിയും കൂടി എനിക്ക് പറയണം. അതായത് നമുക്ക് കമ്പ്യൂട്ടറുകളൊക്കെ രാജ്യത്ത് എത്തി തുടങ്ങിയത് 1970, 60, 70 കാലഘട്ടങ്ങളിലാണ്. ഓക്കെ, സോ കമ്പ്യൂട്ടർ ഇത്രയും കോമൺ ആവാൻ തുടങ്ങിയത് 2000-ന് ശേഷമാണ്, അല്ലെ? നമ്മുടെ വീട്ടില് പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഫോൺ കിട്ടണമെങ്കിൽ, അതായത് ടെലിഫോൺ നിങ്ങളുടെ വീട്ടിൽ അനുവദിച്ച് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം?
മന്ത്രിയുടെ ശുപാർശ കത്ത് വേണം, അല്ലെങ്കിൽ MLA കോട്ടയുണ്ട്. ഓരോ MLAസിനും ഇത്ര ടെലിഫോണുകൾ കിട്ടും എന്നൊരു കോട്ടയുണ്ട്. സോ MLA പോയി കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് 1980-90 കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ അല്ല, ടെലിഫോൺ വീട്ടിൽ അനുവദിച്ച് കിട്ടുക. നമ്മളുടെ കാലഘട്ടങ്ങളായപ്പോഴേക്കും എല്ലാവർക്കും ടെലിഫോൺ കിട്ടുന്ന രീതിയിലേക്കൊക്കെ മാറി. ഓക്കെ, സോ ആ ഒരു കാലഘട്ടത്തിൽ 1970-ലാണ് നമുക്കൊരു കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ വേണം, ഗവർണൻസിന് വേണ്ടിയിട്ടൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു തുടങ്ങുന്നത്. ദെൻ ഇംപ്ലിക്കേഷൻ സ്റ്റേജിലേക്ക് പോകുന്നത് ഒരു 2000-ന് ശേഷമാണ്. ഇന്റർനെറ്റ് 1995 ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. ദെൻ അതിനുശേഷമൊക്കെയാണ് നമുക്കൊരു നാഷണൽ ഗവർണൻസ് പ്ലാൻ ഒക്കെ വേണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. സെക്കൻഡ് ARC കമ്മീഷൻ ഗവർണൻസിന് വേണ്ടിയിട്ട് ഒരു ചാപ്റ്റർ തന്നെ അവർ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ 2006 നമ്മൾ എന്ത് ചെയ്തു? 2006 നമ്മൾ നാഷണൽ ഗവർണൻസ് പ്ലാൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഗവർണൻസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഓരോ സെക്ടറിനും ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ പ്രൊവൈഡ് ചെയ്യുക. ദെൻ എന്താണ്, അവർക്ക് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഇറ്റ്സ് ആൻ അംബ്രല്ല പ്ലാൻ. എന്തിനു വേണ്ടിയിട്ട്? സർവീസ് ഡെലിവറി ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതിൽ പ്രധാനമായിട്ടും മിഷൻ മോഡ് പ്രൊജക്റ്റുകൾ, എന്താണ് മിഷൻ മോഡ് പ്രൊജക്റ്റുകൾ എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ ഈ നാഷണൽ ഗവർണൻസ് പ്ലാനിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയത്. അതായത് ഓരോ സെക്ടറിലും, ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിഫൻസിന് വേണ്ടിയിട്ട്, ദെൻ ഇൻകം ടാക്സിന് വേണ്ടിയിട്ട്, ഇങ്ങനെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് നമ്മൾ തിരിച്ചു. എന്തിന്? ഗവർണൻസ് പ്ലാനിനെ. ഓരോ പ്ലാനിനും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനും നമുക്ക് ഇൻഡിവിജ്വൽ പ്ലാനുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. ഓക്കെ, ആര്? ഗവൺമെന്റ്, ഇന്ത്യ മൊത്തത്തിലേക്ക് വേണ്ടിയിട്ട്. അതിനെ വിളിക്കുന്ന പേരാണ് മിഷൻ മോഡ് പ്രൊജക്റ്റുകൾ. എന്താണ്? മിഷൻ മോഡ് പ്രൊജക്റ്റുകൾ. സോ 2006 ഒരു 26-27 മിഷൻ മോഡ് പ്രൊജക്റ്റുകളാണ് ഉണ്ടായത്. ദെൻ 2011 കാലഘട്ടങ്ങളിലായപ്പോഴേക്കും 2011 കാലഘട്ടങ്ങളിലേക്ക് ആയപ്പോഴേക്കും അതൊരു 33-31 മിഷൻ മോഡ് പ്രൊജക്റ്റുകളാണ്. ദെൻ മറ്റൊരു ചേഞ്ച് വരുന്നത് നാഷണൽ ഗവർണൻസ് പ്ലാൻസ് 2016-ലാണ്. മോദി ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുന്നു. ഗവർണൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗവർണൻസ്, നമ്മളുടെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചേഞ്ച്, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരുന്നത് നാഷണൽ ഗവർണൻസ് പ്ലാൻസ് 2.0-ലാണ്. അതിനെയാണ് നമ്മൾ ക്രാന്തി എന്ന് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? ക്രാന്തി എന്ന് വിളിക്കുന്നു. ഓക്കെ, ദെൻ 2016 തന്നെയാണ്, ജൂലൈ 1-നാണ് എന്ത് വരുന്നത്? ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവ് വരുന്നത്. 3 കാര്യങ്ങൾ: നാഷണൽ ഗവർണൻസ് പ്ലാൻസ് 1, നാഷണൽ ഗവർണൻസ് പ്ലാൻസ് 2, ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവ്. എന്താണ് ഇതിന്റെ എല്ലാം ഉദ്ദേശം? ഇൻഫ്രാസ്ട്രക്ചറുകൾ കൃത്യമാക്കുക. എന്തിനു വേണ്ടിയിട്ട്? ടെക്നോളജിക്കൽ സോഫ്റ്റ്വെയറുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചറുകൾ കൃത്യമായിട്ട് നിലനിർത്തുക. ദെൻ സർവീസ് ഡെലിവറികൾ കൃത്യമായിട്ട് ആളുകളിലേക്ക്. ഇതിന്റെ എയിം എന്താ? സർവീസ് ഡെലിവറി കൊടുക്കുക. ഇൻഫ്രാസ്ട്രക്ചർ കൃത്യമാക്കുക, സർവീസ് ഡെലിവറി കൊടുക്കുക. ഇതെല്ലാമായിരുന്നു ഡിജിറ്റൽ ഇന്ത്യയുടെയും നാഷണൽ ഗവർണൻസ് പ്ലാൻസിന്റെയും എല്ലാം ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. ദെൻ കറന്റ് 44 മിഷൻ മോഡ് പ്രൊജക്ടുകൾ ഉണ്ട്. അത് ഡിജിറ്റൽ ഇന്ത്യയിൽ നമ്മൾ ലയിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഡിജിറ്റൽ ഇന്ത്യയാണ് കറന്റ് ഇപ്പൊ എല്ലാം ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. മേജർലി ഏറ്റെടുത്ത് നടത്തുന്ന മിനിസ്ട്രീസ് ഏതൊക്കെയാണ്? മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി, MeitY എന്ന് പറയും. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി. ദെൻ ഇതിന്റെ ഒരു പാർട്ട്ണർ ഉണ്ട്. ആരാണ്? നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ. എന്താണ്? നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, അതൊരു ഓർഗനൈസേഷൻ ആണ്. 1977-ലാണ് ഈ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോഫ്റ്റ്വെയറുകൾ അക്യൂർ ചെയ്യുന്നത്, സോഫ്റ്റ്വെയറുകൾ ക്രിയേറ്റ് ചെയ്യുക, ഡിസൈൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ഓർഗനൈസേഷൻ ആണ്, ഒരു ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ ആണ് എന്ത്? നമ്മളുടെ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ, NIC. ഓക്കെ, നിങ്ങൾ ഒരു ഗവൺമെന്റ് വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഗവൺമെന്റ് വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിയുമ്പോൾ, അതിന് താഴേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും ദ വെബ്സൈറ്റ് ഈസ് പവേർഡ് ബൈ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ എന്ന് പറഞ്ഞൊരു ഇത് കാണും. ദെൻ സ്വച്ഛ് ഭാരതിന്റെ ഒരു ഫോട്ടോയും കാണും. ദെൻ മോദിജിയുടെ ഒരു ഫോട്ടോയും ചിലപ്പോൾ കാണും. അല്ലെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവിന്റെ ഒരു ഫോട്ടോ കാണും. ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവിൽ ക്രിയേറ്റ് ചെയ്താണെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവിന്റെ ഒരു ഫോട്ടോയും കാണും. പവേർഡ് ബൈ ഏറ്റവും ലാസ്റ്റ് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഏറ്റവും ലാസ്റ്റ്
അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ. ഓക്കെ, സോ ഇവരെന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? ഞാൻ കാണിച്ചു തരാം ഇവരെന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അതായത് ഇവര് ഈ ഓഫീസ് എന്ന് പറയുന്ന സിസ്റ്റം, അതായത് ഒരുപാട് സിസ്റ്റംസ് ഇവർ ക്രിയേറ്റ് ചെയ്യും. പല ടെക്നോളജി, അതായത് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, ദെൻ എന്തിനാണ് ടാക്സുകൾ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, GST ഫയലുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഈ ഓഫീസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ഈ ഓഫീസ്. അപ്പോ 2006 മിഷൻ മോഡ് പ്രൊജക്റ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു കാര്യമാണ് ഈ ഓഫീസ് എന്ന് പറയുന്ന സംഭവം. ഈ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലെയും ഫയലുകൾ കീപ്പ് ചെയ്യുന്നതിനുള്ള ഒരു ഇലക്ട്രോണിക് സിസ്റ്റമാണ് ഈ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ ഗോ ഡ്രൈവ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഡ്രൈവ്, നമ്മളുടെ ഗൂഗിൾ ഡ്രൈവ് എന്നൊക്കെ പറയുന്ന പോലെ ഗവൺമെന്റിനും പെർട്ടിക്കുലർലി ഡ്രൈവ് ഉണ്ട്. ദെൻ ഓപ്പൺ ഫോർജ് അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് കോഡുകൾ, ഗവൺമെന്റിന്റെ സോഴ്സ് കോഡുകളെല്ലാം ഓപ്പൺ സോഴ്സിൽ അവൈലബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഓപ്പൺ ഫോർജ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമുക്കുണ്ട്. ദെൻ കൊളാബ് ഫയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ, നമ്മളുടെ ഈ മൈക്രോസോഫ്റ്റിന്റെ എന്തുണ്ട്, നമ്മളുടെ ഗൂഗിൾ ഫയൽസ് ഉണ്ട്, PPTs പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തുണ്ട്, നമ്മളുടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഉണ്ട്, ദെൻ വേർഡ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ദിവസം നിർത്തിപ്പോയി കഴിഞ്ഞാൽ, അതായത് മൈക്രോസോഫ്റ്റ് പറയാണ് ഞങ്ങൾ നാളെ തുടങ്ങി ഇന്ത്യയിൽ പ്രവർത്തനങ്ങളില്ല. അപ്പോൾ ഇതുവരെ നമ്മളുടെ ഫയലുകളെല്ലാം സേവ് ചെയ്ത് വെച്ചിരുന്നത് എന്ത് ചെയ്യും? ഇപ്പൊ ഗവൺമെന്റിന്റെ ഫയലുകൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഗവൺമെന്റിന്റെ ഫയലുകൾ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഗവൺമെന്റിന്റെ ഫയലുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു ഫോമാണ് കൊളാബ് ഫയൽസ് എന്ന് പറയുന്ന ഒരു സാധനം. സോ ഇങ്ങനെ ഡിഫറൻറ്റ് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ട്. ഇപ്പോ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു, ഇന്റർനെറ്റ് നമ്മളുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വഴി പ്രൊവൈഡ് ചെയ്യുന്നു. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഗവൺമെന്റിനുണ്ടോ? ഗവൺമെന്റിനുണ്ട്. ഭാരത് നെറ്റ് എന്ന് പറയുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്കുണ്ട്. ഓക്കെ, സോ ഗവൺമെന്റിന് ഇതിനെല്ലാത്തിനും പാരലൽ ആയിട്ടുണ്ട് എന്ത്, ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ട്, സർവീസസുകൾ ഉണ്ട്, എല്ലാം ഇതിന് പാരലുകളായിട്ടുണ്ട്. ആ പാരലുകളായിട്ട് ഉള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? നാഷണൽ ഗവർണൻസ് പ്രോഗ്രാമിലൂടെയും ദെൻ നമ്മളുടെ ഡിജിറ്റൽ ഇന്ത്യ മിഷനിലൂടെയൊക്കെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിന്റെ തോത് ടെക്നോളജിക്കൽ ഇൻഡിപെൻഡൻസിലേക്കുള്ള ഒരു തോത് നമ്മൾ കൂട്ടണം എന്നാണ് ആര് പറയുന്നത്? ഈ ഒരു ഡിസ്കഷനിലൂടെ പറയുന്നത്. അത് ഹാർഡ്വെയർസിൽ നമുക്ക് എന്താണ് നെറ്റ് സീറോ, അതായത് എക്സ്പോർട്ടുകൾ നമുക്ക് കൂടണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കൂട്ടാനായിട്ടുള്ള ഒരു സന്ദർഭം കൂടി ഉണ്ടാക്കണം. സോ ഈ ഒരു ഡിസ്കഷൻ പെരിഫറൽ ആയിട്ട് ടച്ച് ചെയ്ത് പോവുകയല്ല, നമ്മളുടെ ഗവർണൻസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? സോ ഗവർണൻസ് എന്താണ്? ഗവർണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ സർവീസ് ഡെലിവറി ചെയ്യുക. അതിന്റെ ഒരു പ്ലാൻ എവിടെയാണ്? അതിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പഠിച്ചു. 2006 ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ദെൻ ക്രാന്തി അല്ലെങ്കിൽ ഗവർണൻസ് 2.0 എന്ന് പറയുന്ന ഒരു പ്രൊജക്ട്. ദെൻ ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവ്. ഇതിനെല്ലാം മുന്നേ നമ്മളുടെ ഇന്ത്യയിലേക്ക് വന്നൊരു കാര്യമുണ്ട്. 1970 കാലഘട്ടങ്ങളിലാണ് ഞാൻ ആദ്യമായിട്ട് നമ്മളുടെ കമ്പ്യൂട്ടറൈസേഷനും അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഗവർണൻസ് ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞു. അന്ന് 1977 ക്രിയേറ്റ് ചെയ്തൊരു സംഘടനയാണ് എന്ത്? നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ. സോ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വേറെ എന്തെങ്കിലും ഡിസ്കഷൻ ഇവിടെ വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, സോ ഈ ഡിസ്കഷൻ കൃത്യമായിട്ട് നോക്കുക. ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു ആർട്ടിക്കിളിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇസ്രായേൽസ് ടാർഗറ്റ് ഹമാസ് ലീഡേഴ്സ് ഇൻ ഖത്തർ. ഖത്തറിൽ പോയിട്ട് വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. അതൊരു ഹ്യൂജ് ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. അതായത് ഖത്തർ എന്ന് പറയുന്ന ഒരു സോവറിൻ ടെറിട്ടറിയുടെ അകത്തേക്ക് അവരുടെ യുദ്ധവിമാനങ്ങൾ കടത്തിയിട്ട് ഹമാസ് ലീഡേഴ്സിനെ അവർ വേണമെങ്കിൽ ഹമാസിൽ അറ്റാക്ക് ചെയ്തോട്ടെ, ഇത്ര പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഖത്തർ എന്ന് പറയുന്ന കൺട്രിയുടെ, ഒരു സോവറിൻ കൺട്രിയുടെ വ്യോമാതിർത്തി ലംഘിച്ചു. അത് വളരെ തെറ്റായിപ്പോയി. അതൊരു ഹ്യൂജ് പ്രോബ്ലം എവിടെ ക്രിയേറ്റ് ചെയ്യും? മിഡിൽ ഈസ്റ്റിലെ ക്രിയേറ്റ് ചെയ്യും. സോ നമ്മൾ ഇതിന്റെ ബേസിസിൽ എന്ത് അനലൈസ് ചെയ്യാൻ പോവുകയാണ്? ഖത്തർ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? നമ്മളുടെ വേൾഡ് മാപ്പിൽ ഖത്തർ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, ഖത്തർ കേട്ടിട്ടുണ്ട്, കുവൈറ്റ് കേട്ടിട്ടുണ്ട്, ബഹ്റിൻ കേട്ടിട്ടുണ്ട്. നമ്മളുടെ പലരുടെയും ബന്ധുമിത്രാദികളോ ഫ്രണ്ട്സോ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. പക്ഷേ നമുക്ക് വേൾഡ് മാപ്പ് തന്നിട്ട് ഖത്തറിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഖത്തറിനെ ഒന്ന് മാർക്ക് ചെയ്ത് അറിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ UPSC ആസ്പിരൻസ് ഇടും. ഒരു 70 to 80 ആളുകളും മാർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണ്. വേൾഡ് മാപ്പിങ്ങുകൾ മാർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണ്. ഓക്കെ,
സോ ഇങ്ങനെയൊക്കെ ജോഗ്രഫിയിൽ ഒരു ചോദ്യം ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്ത് വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. സോ അലൈൻ ദ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ഫ്രം നോർത്ത് ടു സൗത്ത് എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ബഹ്റിനാണോ മുകളിൽ കിടക്കുന്നത്, കുവൈറ്റ് ആണോ മുകളിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ ഖത്തർ ആണോ താഴെ കിടക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ ഖത്തറിനെ കുറിച്ച് വാർത്ത വന്നപ്പോൾ നമ്മൾ ഖത്തറിന്റെ ഒരു മാപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ നമ്മൾ ഇന്നലെ പഠിച്ച ഒരാളുണ്ടല്ലോ ഇവിടെ. ഇതാ എവിടെയാണ് ഖത്തർ കിടക്കുന്നത്? ഞാനൊന്ന് സൂം ചെയ്യാൻ പറ്റും നോക്കട്ടെ. എവിടെയാ ഖത്തർ കിടക്കുന്നത്? ഖത്തർ ഈ ഒരു കുഞ്ഞൻ കൺട്രിയാണ്. ഇവിടെ കിടക്കുന്ന ഈ ഒരു കുഞ്ഞൻ കൺട്രിയാണ് നമ്മളുടെ ഖത്തർ എന്ന് പറയുന്നത്. ഓക്കെ, ഖത്തർ. ദെൻ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ എന്താ പഠിച്ചത്? ഇന്നലെ നമ്മൾ ഇറാനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇറാനെ കുറിച്ചിട്ട്. അപ്പോ ഇറാനെ നമ്മളൊന്ന് എന്ത് ചെയ്തേ? ഇറാന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള കൺട്രീസിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്തേ. ഏതൊക്കെയാണ് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഇറാൻ, ഇറാഖ്. അപ്പോൾ ഇറാഖ് എന്തായാലും ഉണ്ടാവും. പിന്നെ ഏതൊക്കെയാണ് നമ്മൾ ഇന്നലെ റിവൈസ് ചെയ്തത്? നോർത്തെ ഓഫ് കോഴ്സ് പാകിസ്ഥാൻ ഉണ്ട്, നമ്മളെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമുണ്ട്. ദെൻ വേറെ ആരുണ്ട്? അഫ്ഗാനിസ്ഥാൻ എന്തായാലും ഉണ്ട്. ചാബഹാർ പോർട്ട് വഴി അഫ്ഗാനിസ്ഥാനിലൂടെയാണ് നമ്മൾ സെൻട്രൽ ഏഷ്യ ലക്ഷ്യമിടുന്നത്, അല്ലെങ്കിൽ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമ്മൾ ലക്ഷ്യമിടുന്നത്. സോ എന്തായാലും അഫ്ഗാനിസ്ഥാൻ ഉണ്ട്. അതിന്റെ മീതെ ആരുണ്ട്? അതിന്റെ മുകളിലായിട്ട്, അഫ്ഗാനിസ്ഥാന്റെ മുകളിലായിട്ട് ടർക്ക്മെനിസ്ഥാൻ ഉണ്ട്. ടർക്ക്മെനിസ്ഥാൻ. അപ്പൊ ഇവിടെ ആയിട്ട് ടർക്ക്മെനിസ്ഥാൻ വന്നു. എനിക്ക് മാർക്ക് ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. ടർക്ക്മെനിസ്ഥാൻ വന്നു. ദെൻ ഇവിടെ ആര് വന്നു? ഇവിടെ കാസ്പിയൻ സീ വന്നു. അപ്പൊ നമുക്ക് രാജ്യങ്ങൾ പഠിക്കണ്ട. കാസ്പിയൻ കടലെടുക്ക് ഇവിടെ വന്നു. ദെൻ ഇവിടെ ഇവിടെ രണ്ട് രാജ്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണ് രണ്ട് രാജ്യങ്ങൾ? നമ്മളുടെ അർമേനിയയും അസർബൈജാനും ഇടക്കിടക്ക് പ്രശ്നങ്ങൾ നടക്കുന്ന രാജ്യം. ദെൻ ടർക്കി, ഇറാഖ്. ഓക്കെ ഓക്കെ, ഇവിടെ നോക്കി. ഇറാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ടർക്ക്മെനിസ്ഥാൻ, ദെൻ കാസ്പിയൻ കടലെടുക്ക്, അസർബൈജാൻ, അർമേനിയ, ടർക്കി, ഇറാൻ. അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ ക്ലിയർ ആയല്ലോ. ദെൻ ഇതിനോട് കണക്ട് ചെയ്യുന്ന സ്പേസ് തന്നെയല്ലേ മിഡിൽ ഈസ്റ്റ്. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒരു സംശയവും ഇല്ല. ഓക്കെ, ദേ ഇറാന്റെ താഴെ ഇറാഖ്, ഇറാഖുമായിട്ട് കണക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇറാഖിന്റെ ബേസിസിലല്ല നമ്മൾ മിഡിൽ ഈസ്റ്റിനെ പഠിക്കാൻ പോകുന്നത്. പകരം നമ്മൾ ഇസ്രായേലിന്റെ ബേസിസിലാണ്. കാരണം ഇസ്രായേലിന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇസ്രായേൽ ഹമാസ് യുദ്ധം. അതിനെ നമ്മൾ നമ്മളുടെ മൈൻഡ് മാപ്പിൽ പൊസിഷൻ ചെയ്തിട്ടുണ്ട്. ഇറാനെ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് പൊസിഷൻ ചെയ്യാനായിട്ട് കുറച്ച് ദിവസം പിടിക്കും. നമ്മൾ ഇങ്ങനെ റിവൈസ് ചെയ്ത് വന്നാലേ അതിനെ പൊസിഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഇസ്രായേലിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ വേൾഡ് മാപ്പിൽ പൊസിഷൻ ചെയ്തിട്ടുണ്ട്. അതെ, ഇസ്രായേൽ കിടക്കുന്നു, ഗാസ ഗാസ ഇവിടെ കിടക്കുന്നു, വെസ്റ്റ് ബാങ്ക് ഇവിടെ കിടക്കുന്നു, മുകളിൽ എന്നിട്ട് ഗോലൻ ഹൈറ്റ്സ് ഉണ്ട്. ദെൻ വേറെ എന്താ ഉള്ളത്? ഇസ്രായേലിന്റെ അടുത്തുള്ള കൺട്രീസ് നമ്മൾ അന്ന് പഠിച്ചതെന്നോ ആലോചിച്ച് നോക്കി. ഇസ്രായേലിന്റെ അടുത്തുള്ള കൺട്രീസ് മുകളിൽ ആരുണ്ട്? ലെബനൻ ഉണ്ട്. ദെൻ സിറിയയുണ്ട്. താഴെ ആരുണ്ട്? ജോർദാൻ ഉണ്ട്. ദെൻ ഏറ്റവും സൗത്ത് ആയിട്ട് ഈജിപ്തിന്റെ സീനായ് പെനിൻസുല അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സീനായ് പെനിൻസുല അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 1965 കാലഘട്ടങ്ങളിൽ. ദെൻ അബ്രഹാം അക്കോർഡ്സ് അല്ലെങ്കിൽ ഓസ്ലോ അക്കോർഡ്സുകൾ നമ്മൾ പഠിച്ചു. ഓക്കെ, സോ ഈജിപ്ത് ഉണ്ട്. സോ ജോർദാനിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇസ്രായേലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സോ ഇസ്രായേലിന്റെ റൈറ്റ് സൈഡിൽ ആര് കിടക്കുന്നുണ്ട്? ജോർദാൻ കിടക്കുന്നുണ്ട്. ഓക്കെ, ജോർദാൻ കിടക്കുന്നുണ്ട്. അതിന്റെ തൊട്ടിപ്പുറമായിട്ട് ആര് കിടക്കുന്നു? വലിയ റെക്ടാങ്കുലർ ഷേപ്പിൽ ആര് കിടക്കുന്നു? സൗദി അറേബ്യ കിടക്കുന്നു. എന്ത് കിടക്കുന്നു? സൗദി അറേബ്യ കിടക്കുന്നു. ഓക്കെ, സോ ജോർദാന്റെ തൊട്ടിപ്പുറമായിട്ട് സൗദി അറേബ്യ കിടക്കുന്നു. ഇനി സൗദി അറേബ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഗൾഫ് വരുന്നത്. നമ്മൾ ഗൾഫിൽ പോയി എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഏത് ഗൾഫ്? ഗൾഫ് ഓഫ് പേർഷ്യ. സോ ഈ ഗൾഫ് ഓഫ് പേർഷ്യ ആണ് ഈ കാണുന്നത്. നമ്മൾ ഇന്നലെ ഇവിടെ ഒരു സ്ട്രേറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് കണക്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? ഗൾഫ് ഓഫ് പേർഷ്യയാണ് കണക്ട് ചെയ്യുന്നത്. ഗൾഫ് ഓഫ് പേർഷ്യനെ നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലേക്കാണ് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ ഇസ്രായേലിനെ എടുത്തു. ഇസ്രായേലിന്റെ തൊട്ടിപ്പുറം ആരുണ്ട്? ഇസ്രായേലിന്റെ തൊട്ടിപ്പുറം ജോർദാൻ ഉണ്ട്. ജോർദാന്റെ തൊട്ടിപ്പുറം വലിയൊരു കൺട്രി സൗദി അറേബ്യ എന്ന് പറയുന്ന ഹ്യൂജ് കൺട്രി. ദെൻ ഇത് സൗദി അറേബ്യയുടെയും ഈ ഗൾഫ് ഓഫ് പേർഷ്യയിലുമാണ് പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്.
ഓക്കെ, അതിലൊന്നാണ് നമ്മളുടെ കുവൈറ്റ് എന്ന് പറയുന്നത്. എവിടെയാണ് കുവൈറ്റ്? കുവൈറ്റിനെ അപ്പൊ നമ്മൾ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. കുവൈറ്റ് ഇറാഖും ഇറാനും, എവിടെ മൗസ് എവിടെ? ഇറാഖും ഇറാനും സൗദി അറേബ്യയും ജോയിൻ ചെയ്യുന്ന സ്ഥലത്താണ് കുവൈറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇറാഖും ഇറാനും സൗദി അറേബ്യയും പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് കുവൈറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദെൻ അതിനു താഴെയായിട്ടാണ് ഖത്തർ വന്നിരിക്കുന്നത്. അതിന് താഴെയായിട്ടാണ് ഖത്തർ വന്നിരിക്കുന്നത്. അതിലും താഴെയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, UAE എന്ന് പറയുന്ന ഒരു കൺട്രി വന്നിരിക്കുന്നത്. ദെൻ ബഹ്റിൻ എവിടെയാണ്? ബഹ്റിൻ ഈസ് ഐലൻഡ് കൺട്രി, അത് ഖത്തറിന് മുകളിലാണ്. സോ മനസ്സിലായോ? ബഹ്റിൻ എവിടെയാണെന്ന് പറയുമ്പോൾ അയ്യോ ഖത്തറിന് മുകളിലാണ്, ഖത്തർ കഴിഞ്ഞിട്ട് നിങ്ങൾ യാത്ര ചെയ്യണോ അല്ലേ എന്ന് തിരിച്ചു ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. അങ്ങനെ പറ്റണമെങ്കിൽ നിങ്ങൾ മാപ്പുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സോ അറേഞ്ച് ദ ഫോളോയിങ് നേഷൻസ്, അറേഞ്ച് ദ മിഡിൽ ഈസ്റ്റ് നേഷൻസ് ഫ്രം നോർത്ത് ടു സൗത്ത്, അല്ലെങ്കിൽ വെസ്റ്റ് ടു ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഏതിലേക്ക് പോകും? ആദ്യം ഒമാനിലേക്ക് പോകണം. വെസ്റ്റ് ടു ഈസ്റ്റ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിച്ചത് എങ്ങനെയാ? ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഈസ്റ്റ് ടു വെസ്റ്റ് പഠിച്ചു വെച്ചോ, അത് അങ്ങനെ ഒരു പൊസിഷൻ പഠിച്ചു വെച്ചാൽ മതി. കാരണം എന്താണ്? ഇസ്രായേൽ നമുക്ക് പച്ചവെള്ളം പോലെ അറിയാം. ഇസ്രായേലിന്റെ മാപ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ആരാണ്? ലെബനൻ മുകളിലുണ്ട്, ലെബനൻ ഇടക്കിടക്ക് അറ്റാക്ക് ചെയ്യാറുണ്ട്. ദെൻ ആരാണ്? സിറിയയുണ്ട്. ദെൻ ജോർദാൻ ഉണ്ട്, താഴെ ഈജിപ്ത് ഉണ്ട്. ദെൻ ജോർദാന്റെ തൊട്ടിപ്പുറമായിട്ട് ഒരു വലിയ കൺട്രി, ജോർദാന്റെ തൊട്ടിപ്പുറം ഒരു വലിയ കൺട്രി സൗദി അറേബ്യ. സൗദി അറേബ്യയും നമ്മളുടെ ഗൾഫ്, പേർഷ്യൻ ഗൾഫിലുമാണ് പ്രധാനപ്പെട്ട ഗൾഫ് കൺട്രീസ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ നിലകൊള്ളുന്നത്. സോ സൗദി അറേബ്യയും ഇറാഖും ഇറാനും ചേരുന്ന ഭാഗത്തിലാണ് കുവൈറ്റ് എന്ന് പറയുന്ന കുവൈറ്റ് രാജവംശം സ്ഥിതി കൊള്ളുന്നത്. ദെൻ അതിനും താഴേക്ക് വരുമ്പോൾ, നമ്മളുടെ ഗൾഫുകളിൽ താഴേക്ക് വരുമ്പോൾ നമ്മളുടെ ഖത്തർ എന്ന് പറഞ്ഞ ഒരു സ്ട്രിപ്പ് കിടക്കുന്നുണ്ട്. ഖത്തർ എന്ന് പറഞ്ഞ സൗദി അറേബ്യയുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സ്ട്രിപ്പ് കിടക്കുന്നുണ്ട്. ദെൻ അതിനും മുകളിലാണ് ബഹ്റിൻ. ബഹ്റിനിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ബഹ്റിനിൽ കിടക്കുമ്പോൾ ബഹ്റിനിൽ കൂട്ടുകാരൻ വരുമ്പോൾ ഇത് പറയണം, ഓ ഖത്തറും കഴിഞ്ഞ് നിങ്ങൾക്ക് പോകണമല്ലോ, അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ബഹ്റിനിൽ എത്തുള്ളൂ, ഒരു ഐലൻഡ് കൺട്രിയാണ് എന്നൊക്കെ നമ്മളുടെ ഇൻഫോർമേഷൻസ് അങ്ങോട്ട് തള്ളിവിടണം. ഓക്കെ, ദെൻ അതിനും മുന്നെയാണ്, അതായത് അതിന്റെയും ഈസ്റ്റേൺ സൈഡിലാണ് ആര് കിടക്കുന്നത്? UAE കിടക്കുന്നത്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കിടക്കുന്നത്. ദെൻ ഒമാൻ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത്. ദെൻ ഒമാൻ കിടക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ്. ദെൻ അതിന് താഴെയായിട്ട് യമൻ കിടക്കുന്നു. ഓക്കെ, സോ ഗൾഫ് ഓഫ് പേർഷ്യ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ. ഗൾഫ് ഓഫ് പേർഷ്യയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഒരു കപ്പൽ, അതായത് കണ്ട്ല പോർട്ടിൽ നിന്ന് ഒരു കപ്പൽ എങ്ങടേക്ക് പോകുന്നു? ഖത്തറിലേക്ക് പോകുന്നു. ക്വസ്റ്റിനൊക്കെ ഇങ്ങനെയൊക്കെ ഫ്രെയിം ചെയ്യാട്ടോ, ഒരു മടിയുമില്ല. അതായത് ഇന്ത്യയിലെ കണ്ട്ല പോർട്ടിൽ നിന്ന് കുവൈറ്റിലേക്ക് ഒരു കപ്പലുകൾ പോകുന്നു. ഏതൊക്കെ രാജ്യത്തിന്റെ ടെറിറ്റോറിയൽ സീയിലൂടെ ഇത് കടന്നു പോകും? ഏതൊക്കെ രാജ്യത്തിന്റെ ടെറിറ്റോറിയൽ സീയിലൂടെ ഈ കപ്പൽ കടന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്? സോ കപ്പലെത്തുന്നു. കപ്പല് ഏതൊക്കെ രാജ്യത്തിന്റെ ടെറിറ്റോറിയൽ സീയിലൂടെ കടന്നു പോകും? പാകിസ്ഥാൻ തൊട്ടിപ്പുറം ഉണ്ട്, നമ്മുടെ തൊട്ടടുത്ത് പാകിസ്ഥാൻ ഉണ്ട്. പാകിസ്ഥാന്റെ തൊട്ടപ്പുറം ആരാ ഉള്ളത്? ഇറാൻ ഉണ്ട്. ഇന്നലെ നമ്മൾ പഠിച്ചു, ഒരു കപ്പൽ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഒരു കപ്പൽ പോകുന്നു പാകിസ്ഥാന്റെ ടെറിറ്റോറിയൽ സീ. ദെൻ ഇറാന്റെ ടെറിറ്റോറിയൽ സീ. താഴെ ആരുണ്ട്? ഒമാൻ ഉണ്ട്. ഓക്കെ, താഴെ ആരുണ്ട്? ഒമാൻ. ദെൻ അതിന്റെ തൊട്ടപ്പുറം ആരുണ്ട്? ഒമാന്റെ തൊട്ടപ്പുറം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, UAE എന്ന് പറയുന്ന രാജ്യമുണ്ട്. UAE കൊണ്ട് കഴിഞ്ഞോ? ഇല്ല. ഖത്തർ എന്ന് പറയുന്ന രാജ്യം, നമ്മൾ ഇന്നലെ യുദ്ധം നടന്ന അല്ലെങ്കിൽ ഇന്നലെ വ്യോമാക്രമണം നടന്ന ഖത്തർ എന്ന് പറയുന്ന രാജ്യമുണ്ട്. ദെൻ ഖത്തറിന്റെ മുകളിലായിട്ട് ഒരു ഐലൻഡ് കൺട്രി ഉണ്ട്, ബഹ്റിൻ എന്ന് പറയുന്ന ഒരു ഐലൻഡ് കൺട്രി. ദെൻ അതിനും മുകളില് ഇസ്രായേല്, നമ്മളുടെ ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ റീജിയനുകളിലെ ടച്ച് ചെയ്യുന്ന നമ്മളുടെ കുവൈറ്റ് ഉണ്ട്. സോ ഇത്രയും രാജ്യങ്ങളിലൂടെ നമ്മൾ ഒരു കപ്പല് കുവൈറ്റിലേക്ക് ഒരു കപ്പൽ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? കടന്ന് പോകും. ഓക്കെ, സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിഡിൽ ഈസ്റ്റ് ഏരിയ പഠിച്ചല്ലോ. മിഡിൽ ഈസ്റ്റ് നമ്മളുടെ ഒരുപാട് പേര് ഗൾഫിൽ ഉണ്ടാവും, പക്ഷെ ഇപ്പോഴായിരിക്കും പലരും മിഡിൽ ഈസ്റ്റിന്റെ മാപ്പുകൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നത്. സോ ബഹ്റിൻ മുകളിൽ, നമ്മളുടെ ഖത്തർ താഴെ, ഏറ്റവും അറ്റത്താരാണ്? ഏറ്റവും ഈസ്റ്റിൽ നമ്മളുടെ കുവൈറ്റ് ഉണ്ട്. ഓക്കെ, സോ അതിന്റെ അവിടെയുള്ള ഒരു വലിയ കൺട്രി, നമ്മൾ ഈ വലിയ കൺട്രീസിനെ ഒന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റും നമുക്ക് ബാക്കിയുള്ള കൺട്രീസിനെ വെക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ മിഡിൽ ഈസ്റ്റ് കൃത്യമായല്ലോ. ഇന്ത്യ തുടങ്ങി മിഡിൽ ഈസ്റ്റിലേക്ക് പോകുമ്പോൾ മിഡിൽ ഈസ്റ്റ് എങ്ങനെയാണ്? സോ നമ്മൾ ഏഷ്യയുടെ താഴെയുള്ള മിക്ക റീജിയനുകളിലേക്കും ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. ഇന്ത്യ പഠിച്ചു, പാകിസ്ഥാൻ പഠിച്ചു, അഫ്ഗാനിസ്ഥാൻ പഠിച്ചു, ഇറാൻ പഠിച്ചു. നമ്മൾ എവിടം വരെ പഠിച്ചു? ഇസ്രായേൽ വരെ പഠിച്ചു. ഇസ്രായേൽ മാത്രമാണോ? നമ്മൾ ബാൾട്ടിക് സീയും പഠിച്ചു. സോ നമ്മളൊരു
വേൾഡ് മാപ്പിന്റെ എത്ര കവർ ചെയ്തു? വേൾഡ് മാപ്പിന്റെ ഏകദേശം ഒരു 1/3 ഒക്കെ കവർ ചെയ്തിട്ടുണ്ടാവും. ഒരു 1/3 വേൾഡ് ജോഗ്രഫിയുടെ ഒരു 1/3 മാപ്പുകളുടെ മാത്രം, അതായത് നേഷനുകളുടെ മാത്രം ഒരു 1/3 നമ്മൾ ചിലപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ദെൻ ചൈന പഠിച്ചു, സൗത്ത് ചൈന സീ. പിന്നെ നമ്മളുടെ ആസിയാൻ കൺട്രീസ് ഏതൊക്കെയാണ്? മലേഷ്യ, ലാവോസ്, കംബോഡിയ, അവിടെ വിയറ്റ്നാം, യൂറോപ്പ് നടന്ന വിയറ്റ്നാം, ദെൻ മനില ക്യാപിറ്റൽ ആക്കിയിട്ടുള്ള ഇന്തോനേഷ്യ, അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫിലിപ്പീൻസ്, മനില ക്യാപിറ്റൽ ആക്കിയിട്ടുള്ള ഫിലിപ്പീൻസ്, അതിന് താഴെ ഇന്തോനേഷ്യ, അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ദെൻ ഇപ്പോ മിഡിൽ ഈസ്റ്റ് ക്ലിയർ ആയല്ലോ. നിങ്ങൾ ബാക്കിയുള്ള മാപ്പുകൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ മറന്നുപോകും. ഇപ്പോ ഇസ്രായേലിൽ ജോർദാൻ അവിടെ കിടക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. അപ്പോ വീണ്ടും ആ മാപ്പ് ഒന്ന് റിവൈസ് ചെയ്യുക. നമ്മളൊരു ഡീറ്റെയിൽ ഡിസ്കഷൻ, ഏത് ക്ലാസ്സിലാണ്, എത്രാമത്തെ ദിവസമാണെന്ന് ഞാൻ മറന്നുപോയി, ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ദെൻ ഇപ്പോ മിഡിൽ ഈസ്റ്റ് നമ്മൾ പഠിച്ചു വെക്കുക. ചോദ്യങ്ങൾ വരാതിരിക്കാം. ദെൻ അടുത്ത ഡിസ്കഷനിലേക്ക് പോകാം. 5ാമത്തെ ആർട്ടിക്കിൾ എന്താണ്? എത്യോപ്യ ഇനാഗ്രേറ്റ്സ് ആഫ്രിക്കാസ് ബിഗ്ഗസ്റ്റ് ഡാം ഡിസ്പൈറ്റ് ദ പ്രൊട്ടസ്റ്റ് ഓഫ് ഡൗൺ സ്ട്രീം ഈജിപ്റ്റ്. ഓക്കെ, സോ എത്യോപ്യയുടെ ഒരു ഗ്രാൻഡ് ഡാം പ്രൊജക്റ്റ് ആണ് ഈ ബ്ലൂ നൈൽ എന്ന് പറയുന്ന നൈലിന്റെ ഒരു കൈവഴിയിലൂടെ ഒഴുകുന്ന വെള്ളം പിടിച്ചു നിർത്തിയിട്ട് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ആണ് ഈ ഒരു ഡാം എന്ന് പറയുന്നത്. സോ സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ഡാമാണ് ഈ എത്യോപ്യയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു ഡാം എന്ന് പറയുന്നത്. സോ എത്യോപ്യ എവിടെയാണ് കിടക്കുന്നത്? നിങ്ങൾ ആഫ്രിക്കയുടെ മാപ്പിൽ എത്യോപ്യ എടുക്കുന്നു. നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റ് ഒക്കെ പഠിച്ചല്ലോ. എത്യോപ്യ എവിടെ പോകുന്നു? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ഫ്രെയിം ചെയ്തൂടെ? നൈൽ ഒഴുകുന്ന രാജ്യങ്ങളെ നോർത്ത് ടു സൗത്തിൽ അറേഞ്ച് ചെയ്യുക. 2 മാർക്കിനുള്ള ഒരു ചോദ്യമായില്ലേ? ചോദിച്ചിട്ടുണ്ടോ? ലേക്കുകളെ സംബന്ധിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാമെങ്കിൽ നൈലിന്റെ നദികളെ കുറിച്ച് അല്ലെങ്കിൽ നൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രീസിനെ കുറിച്ചിട്ടും UPSCക്ക് ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യാം, ഒരു സംശയമില്ല. മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഡയറക്റ്റ്ലി അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് വിടും. കാരണം 2 മാർക്കല്ലേ, ബാക്കി 198 മാർക്ക് എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടും. പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബൗൺസർ ആയിട്ട് മാർക്കുകൾ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാപ്പ് നിങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൗൺസർ ആയിട്ട് വിത്തിൻ 1 to 2 minutes നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എന്തിനാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഈ വേൾഡ് മാപ്പും വേൾഡ് രാജ്യങ്ങളൊക്കെ പഠിക്കുന്നത് എന്ന് പലർക്കും സംശയം തോന്നിയിട്ടുണ്ടാകാം. ഒരു UPSC ആസ്പിരന്റിന് ഇതുമായി ബന്ധപ്പെട്ട എന്താണ് ഗുണം? IAS IPS വന്നു കഴിയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഗുണം? അതായത് നിങ്ങൾ ഫോറിൻ സർവീസിലേക്ക് കയറുകയാണ്, അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റ് വരികയാണ്, എത്യോപ്യയിൽ നിന്നൊരു ഡിപ്ലോമാറ്റ് ഇന്ത്യയിലേക്ക് വരികയാണ്. നിങ്ങളാണ് അവിടെ അണ്ടർ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു റിലേഷൻ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഞാൻ വേൾഡ് ജോഗ്രഫിയിൽ ഞാൻ കുറച്ച് വീക്കായിരുന്നു, ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാനിപ്പോ സിവിൽ സർവീസിൽ ഇരിക്കുന്നത്. അപ്പോ വേറെ ആരെങ്കിലും ഏൽപ്പിക്കണം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? ഇല്ല. സോ വേൾഡ് ജോഗ്രഫിയൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മളൊരു സിവിൽ സർവന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ ഒന്നാണ്. ഓക്കെ, സോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒന്നും കൊടുക്കണ്ട, ഒരു ചോദ്യം ചോദിച്ചാലായി എന്നുള്ളത് മാത്രമാണ് ഇതിൽ നമുക്ക് കിട്ടാനായിട്ടുള്ളത്. ഓക്കെ, സോ എത്യോപ്യയെ പൊസിഷൻ ചെയ്യുന്നത് നമ്മൾ ആഫ്രിക്കയെ ഞാൻ ആദ്യം ഒന്ന് എടുക്കും. എത്യോപ്യയുടെയും മാപ്പ് ഡിസ്കഷൻ ആണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ എത്യോപ്യയെയും ഞാൻ എന്ത് ചെയ്യും? ആഫ്രിക്കയുടെ മാപ്പിൽ ഞാൻ പൊസിഷൻ ചെയ്യും. ഓക്കെ, സോ ആഫ്രിക്കയുടെ മാപ്പിൽ നിങ്ങളൊന്ന് പൊസിഷൻ ചെയ്ത് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എന്ത് ചെയ്യും? എത്യോപ്യയുടെ അയൽ രാജ്യങ്ങളെ നമ്മളൊന്ന് അനലൈസ് ചെയ്യും. ദെൻ നൈൽ നദിയിൽ 11 രാജ്യങ്ങളിലൂടെ ഈ നൈൽ നദി കടന്നു പോകുന്നുണ്ട്. സുഡാൻ, സൗത്ത് സുഡാൻ, എത്യോപ്യ, ഈജിപ്ത്, അങ്ങനെ ഡിഫറെന്റ് കൺട്രീസിലൂടെ 11ഓളം രാജ്യങ്ങളിലൂടെ രാജ്യങ്ങളിലൂടെ എന്ത് പോകുന്നുണ്ട്? നൈൽ നദി കടന്നു പോകുന്നുണ്ട്. സോ ഇത് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കാണാപ്പാഠം പഠിക്കാനായിട്ട് പറ്റില്ല. ഈ മാപ്പുകൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാണാപ്പാഠം പഠിക്കുള്ളൂ. സോ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ ഇന്നിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ എത്യോപ്യ, ഈ ഡാമിന്റെ പ്രത്യേകത എന്താണ്? സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ഡാമാണ്. ഏത് നദി? ബ്ലൂ നൈൽ എന്ന് പറയുന്ന നൈലിന്റെ കൈവഴി, നൈൽ നദി തന്നെയാണ്, അതിന്റെ ഒരു കൈവഴിയാണ് ഈ ബ്ലൂ നൈൽ എന്ന് പറയുന്നത്. ഓക്കെ, എത്യോപ്യയുടെ ഒരു ജീവരേഖയാണ് നമ്മളുടെ ഈ നൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ആഫ്രിക്കയുടെ മാപ്പ് ഇതാണ്. മിഡിൽ ഈസ്റ്റ് കണ്ടല്ലോ, മിഡിൽ ഈസ്റ്റ് നമ്മളിവിടെ പഠിച്ചല്ലോ. മിഡിൽ ഈസ്റ്റ് ഇല്ലേ? മിഡിൽ ഈസ്റ്റ് പഠിച്ചല്ലോ. ഇവിടെ കിടക്കുന്നത് ആരാണ്? സൗദി അറേബ്യ. ആ സൗദി അറേബ്യ തന്നെയാണോ ഇവിടെ വരുന്നത്? ഓഫ് കോഴ്സ് ആണ്. ഈജിപ്ത് ഇവിടെ കിടക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു മാപ്പ് കിട്ടിയപ്പോ, അടയാളപ്പെടുത്താത്ത മാപ്പ് കിട്ടിയപ്പോ, ഇവിടെ മൗസ് അവിടെ അടയാളപ്പെടുത്താത്തൊരു മാപ്പ് കിട്ടിയപ്പോ
നമ്മൾ ഈജിപ്തിനെ ഇവിടെ പ്ലേസ് ചെയ്തു, നമുക്കറിയാവുന്ന കൺട്രി. പിന്നെ ഇവിടെ ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ ആരുണ്ട്? സൗദി അറേബ്യ എന്ന് പറയുന്ന കൺട്രി ഉണ്ട്. തൊട്ടിപ്പുറം നമ്മുടെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസും ഇറാനും ഇറാഖും ഒക്കെ കിടക്കുന്നു, തൊട്ടടുത്താണ് നമ്മളുടെ. അപ്പോ അതിന്റെ അടിയിൽ, വിച്ച് മീൻസ് ഈജിപ്തിന്റെ ഒക്കെ താഴെയായിട്ടാണ് ആര് കിടക്കുന്നത്? എത്യോപ്യ കിടക്കുന്നത്. അതായത് ആഫ്രിക്കൻ കോണ്ടിനെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു നോസ് അല്ലെങ്കിൽ ഹോൺ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു ആനയുടെ അല്ലെങ്കിൽ ഒരു ഹിപ്പോപ്പൊട്ടാമസിന്റെ ഒരു കൊമ്പ് പോലെ ഇരിക്കുന്ന സ്ഥലം കണ്ടു. അതുപോലെ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ എത്യോപ്യ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സോ എത്യോപ്യയെ നമ്മളുടെ എന്തിന്റെ മാപ്പിൽ? സൗത്ത് ആഫ്രിക്കയുടെ മാപ്പിൽ നമ്മൾ പ്ലേസ് ചെയ്തുവല്ലോ. പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി മറക്കില്ലല്ലോ സൗത്ത് ആഫ്രിക്ക. അപ്പോൾ നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് മൈൻഡ് മാപ്പിൽ അല്ലെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് മൈൻഡ് മാപ്പിൽ എന്ത് ചെയ്യണം? എത്യോപ്യയെ നിങ്ങൾ ആഫ്രിക്കയുടെ മാപ്പിൽ ഒന്ന് പ്ലേസ് ചെയ്യണം. ഓക്കെ, ദെൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. എവിടെയാണ് ഗാന? ഗാന നമ്മളുടെ പ്രധാനമന്ത്രി വിസിറ്റ് ചെയ്ത ഗാന എവിടെയാണ്? ഇവിടേക്ക് വരും. എക്സാക്ട് പൊസിഷൻ ഇവിടെയാണ് ഗാന എന്നൊന്നും എനിക്കറിയാം ഈ ഒരു പൊസിഷനിലേക്ക് എവിടേക്കാണ് ഗാന വരുന്നത്. ഓക്കെ, സോ സൗത്ത് ആഫ്രിക്കയുടെ റീജിയൻ പറഞ്ഞപ്പോൾ എത്യോപ്യയെ ഞാൻ പ്ലേസ് ചെയ്തു. ദെൻ എത്യോപ്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നൈൽ നദി ഈജിപ്തിൽ നിന്ന് ഒഴുകി സുഡാൻ വഴി എത്യോപ്യ കഴിഞ്ഞ് താഴേക്ക് പോകുന്നുണ്ട്. 11 രാജ്യങ്ങളിലൂടെ ആര് കടന്നു പോകുന്നുണ്ട്? നമ്മളുടെ നൈൽ നദി കടന്നു പോകുന്നുണ്ട്. ഓക്കെ, സോ ആ 11 രാജ്യങ്ങളെയും ഇനിയുള്ള ഡിസ്കഷനുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. സോ ഇന്ന് നമ്മൾ എന്ത് ചെയ്തു? എത്യോപ്യയെ നമ്മളുടെ എന്തിന്റെ മാപ്പിൽ? സൗത്ത് ആഫ്രിക്കയുടെ മാപ്പിൽ നമ്മൾ പ്ലേസ് ചെയ്തു. ഇനി മാറിപ്പോകില്ല. എത്യോപ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയുടെ ഈസ്റ്റേൺ സൈഡിലാണോ അല്ലെങ്കിൽ വെസ്റ്റേൺ സൈഡിലാണോ എന്ന് നമുക്കൊരു സംശയം വരില്ല. ഈസ്റ്റേൺ സൈഡിലാണ്. നമ്മുടെ സൗദി അറേബ്യയൊക്കെ നമ്മൾ കണ്ടു, ഈജിപ്ത് കണ്ടു. ഈജിപ്ത് നമുക്കറിയാവുന്ന ഈജിപ്തിന്റെ താഴെയാണ്. ഈജിപ്തിന്റെ താഴെ മറ്റൊരു കൺട്രി ഉണ്ട്. ഈജിപ്തിന്റെ താഴെ സുഡാൻ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യമുണ്ട്. ഏതാണ്? സുഡാൻ. അതിനെ സൗത്ത് സുഡാൻ എന്നും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, സുഡാൻ. ഓക്കെ, സോ സുഡാന്റെയും താഴെയാണ് അല്ലെങ്കിൽ സുഡാന്റെയും സൈഡിലായിട്ടാണ് എത്യോപ്യ കിടക്കുന്നത്. സോ എത്യോപ്യയെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തല്ലോ. ദെൻ എത്യോപ്യയിൽ എന്താ വരുന്നത്? എത്യോപ്യയിലെ ഗ്രാൻഡ് റിനൈസൻസ് ഡാം. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രൊജക്ട് ആണ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ഡാമാണ്. ഏതാണ് നദി? നൈൽ നദി. നൈൽ നദിയാണോ? ഒറിജിനൽ നൈലാണോ? അല്ല, നൈലിന്റെ ഒരു കൈവഴിയുണ്ട്, ബ്ലൂ നൈൽ എന്ന് പറയും. ഓക്കെ, ബ്ലൂ നൈൽ. ദെൻ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം, ലേക്ക് ടാന. So Lake Tana recently seen in news is related to which country? അപ്പൊ നമ്മൾ വേൾഡിലെ എല്ലാ ലേക്കുകളെയും ഒരു പേപ്പറിൽ എഴുതിയിട്ട്, ഇങ്ങനെ ഒരു ന്യൂസ് ക്വസ്റ്റ്യൻ വരുമ്പോൾ വേൾഡിലെ എല്ലാ ലേക്കുകളെയും ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കുകയാണോ? അല്ല, ന്യൂസിൽ വന്നതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പുതിയൊരു ഇൻഫർമേഷൻ പഠിച്ചു. ലേക്ക് ടാന ഈസ് റിലേറ്റഡ് ടു എത്യോപ്യ. പക്ക ക്ലിയർ ആയല്ലോ. സോ എത്യോപ്യയെ നമ്മൾ പ്ലേസ് ചെയ്തു. ഗ്രാൻഡ് റിനൈസൻസ് ഡാമിനെ നമ്മൾ പ്ലേസ് ചെയ്തു. നമുക്ക് അറിയാവുന്ന ഒരു കൺട്രി ഉണ്ട്, നമുക്ക് അറിയാവുന്നത് വെച്ച് പഠിച്ചാൽ മതി. എന്തുണ്ട്? ഈജിപ്തിനെ നമുക്കറിയാം. ഈജിപ്തിന്റെ താഴെ നമ്മൾ പുതിയൊരു കൺട്രിയെ പഠിച്ചു, സുഡാൻ എന്ന് പറയുന്ന ഒരു കൺട്രിയെ പഠിച്ചു. പക്ഷെ സുഡാൻ അല്ല ബേസിക്കലി കണക്ട് ചെയ്യുന്നത്, പല കൺട്രീസ് ഉണ്ട്. സുഡാൻ ഉണ്ട്. സുഡാന്റെ തൊട്ടടിയിലായിട്ടാണ് ആര് വരുന്നത്? എത്യോപ്യ. ആ ഹിപ്പോപ്പൊട്ടാമസിന്റെ നോസ് പോലെ ഇരിക്കുന്ന ഭാഗത്തെ ഒരു കൺട്രിയാണ്. ഓക്കെ, നോസിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കൺട്രിയാണ്. അതിൽ എന്തുണ്ട്? നമ്മുടെ ഗ്രാൻഡ് റിനൈസൻസ് ഡാം എന്ന് പറഞ്ഞൊരു ഡാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അവിടെ ബ്ലൂ നൈൽ എന്ന് പറഞ്ഞ നൈലിന്റെ കൈവഴി ഒഴുകുന്നുണ്ട്. അവിടെ എന്തും കൂടിയുണ്ട്? അവിടെ ലേക്ക് ടാന. അതൊരു പുതിയ ഇൻഫോർമേഷൻ നിങ്ങൾ പഠിച്ചു, ലേക്ക് ടാന. സോ ഇനി എത്യോപ്യ എന്ന് കേൾക്കുമ്പോൾ എന്താണ്? ലേക്ക് ടാനയെ ഓർമ്മ വരണം. ഓക്കെ, എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് എന്നൊന്നും മറന്നു പോകരുത്. ലേക്ക് ടാന നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഓക്കെ, സോ ഇതാണ് ഈ ഡിസ്കഷന്റെ ഒരു ഓവറോൾ പിക്ചർ. സോ ഇത് 2000 മുതലോ 2008 മുതലൊക്കെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഈ ഗ്രാൻഡ് റിനൈസൻസ് ഡാം എന്ന് പറയുന്നത്. 2020 ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് നടക്കുകയാണ്. ഈജിപ്ത് എന്തിനാ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈജിപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്തിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നത്. നൈൽ നദി താഴേക്ക് വരുമ്പോൾ അവിടെ കെട്ടി നിർത്തുകയാണ്. അത് എന്തായാലും പ്രശ്നം ഉണ്ടാകുമല്ലോ. ഇന്ത്യയും പാകിസ്ഥാനും ഇൻഡസ് വാട്ടർ ട്രീറ്റ് വെച്ചിരുന്ന പോലെ ഇന്ത്യയും ചൈനയും എന്താണ് ബ്രഹ്മപുത്രക്കെതിരെ പൊരുതുന്നത് പോലെ, ടീസ്റ്റാർ റിവറിന് വേണ്ടിയിട്ട് ഇന്ത്യയും ബംഗ്ലാദേശും ഇടിയുണ്ടാക്കുന്നത് പോലെ പല പ്രശ്നങ്ങളും വെള്ളത്തിന്റെ കാര്യത്തിൽ ലോകരാജ്യങ്ങളും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സോ അതാണ് ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ മാപ്പ് നിങ്ങൾ പ്ലേസ് ചെയ്യുക, കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുക. 2 മാപ്പുകൾ നമ്മൾ ഇന്ന് പഠിച്ചു.
ഒന്ന് എത്യോപ്യയെ വെറുതെ പ്ലേസ് ചെയ്തു, വേറെ രാജ്യങ്ങളൊന്നും പഠിച്ചില്ല, എത്യോപ്യയെ വെറുതെ പ്ലേസ് ചെയ്തു. ലേക്ക് താനയെ നമ്മൾ പഠിച്ചു. ദെൻ വേറെ എന്താണ്, നമ്മൾ സൗദി അറേബ്യ വിച്ച് മീൻസ് മിഡിൽ ഈസ്റ്റിന്റെ മാപ്പ് പ്ലേസ് ചെയ്തു. ഖത്തറിന്റെ മുകളിൽ ആരുണ്ട്, ബഹ്റിൻ എന്ന് പറഞ്ഞൊരു കുഞ്ഞൻ കൺട്രി. ദെൻ ഏറ്റവും മുകളിൽ ഇറാനിന്റെയും ഇറാഖിന്റെയും സൗദി അറേബ്യയുടെയും കോൺഫ്ലുവൻസിൽ ആരുണ്ട്, കുവൈറ്റ് ഉണ്ട്. ദെൻ അതിനും താഴെയാണ് UAE-യും ഒമാനും. ഒമാന്റെയും താഴെയാണ് യമൻ എന്ന് പറയുന്ന കൺട്രി. ഓക്കെ, സോ അതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ.